ഞാൻ പല സന്ദർഭങ്ങളിലും പല ക്ലാസ്സുകളിലും പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ ആ ക്ലാസ് കേട്ട് എൻ്റെ കൂടെ വന്ന വീട്ടുകാരോ അല്ലെങ്കിൽ കുടുംബക്കാരോ അല്ലെങ്കിൽ സംഘാടകരൊക്കെ ആയ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ സംബന്ധിക്കുന്ന സദസ്സുകളാണെങ്കിൽ പറയും, നിങ്ങൾ വസ്ത്രധാരണത്തെക്കുറിച്ചൊന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയും, എല്ലാ പ്രസംഗത്തിലും ഈ വസ്ത്രധാരണം ഇങ്ങനെ പറയണം? ഞാൻ ആലോചിച്ച് നോക്കും, പലപ്പോഴും ഒരു ഇസ്ലാമികമായ ഒരു വസ്ത്രധാരണം എന്നുള്ളത് അറിയാത്ത ഏതെങ്കിലും സഹോദരിമാരുണ്ടാവും. ഞാൻ ഒരു സാധ്യതയും അതിന് കാണുന്നില്ല. അങ്ങനെ ഉണ്ടോ? എത്രമാത്രം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സദസ്സ് ചെല്ലുന്ന സമയത്ത് പൂർണ്ണ ഹിജാബോടുകൂടെ വന്ന എത്ര ആൾക്കാരുണ്ടാവും? അങ്ങനെ പൂർണ്ണ ഹിജാബോടുകൂടെ വന്ന ഒരാളെ കണ്ടാൽ തന്നെ മനസ്സിലാവൂലേ എൻ്റെ വസ്ത്രധാരണം ശരിയല്ല എന്നുള്ളത്. അതിപ്പോൾ ഒരു പ്രസംഗമോ ഒരു പ്രഭാഷണമോ ഒരു നീണ്ട എന്നാൽ ഇതൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് കണ്ടിട്ടും എന്താണ്, ഒന്ന് മഫ്ത കുത്താൻ തോന്നാത്ത ആളുകൾ, അല്ലെങ്കിൽ ഒന്ന് മാറിലേക്ക് ആ തട്ടമൊന്ന് ഇറക്കിയിടാൻ കഴിയാത്ത ആളുകൾ, അല്ലെങ്കിൽ ആ ചുരിദാറിൻ്റെ ഒരു ഇറക്കം തൻ്റെ ശരീരഭാഗങ്ങൾ മറയുന്ന രൂപത്തിലാക്കാൻ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കാണാത്ത രൂപത്തിൽ മറയത്തക്ക വിധത്തിലുള്ളൊരു വസ്ത്രം ധരിക്കാൻ എന്താണ് ഈ പ്രഭാഷണങ്ങൾക്ക് വന്നിട്ടും നിരന്തരമായി അത്തരം ആളുകളെ കണ്ടിട്ടും പലർക്കും തോന്നാതിരിക്കുന്നത് എന്തുകൊണ്ട്? ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. എന്തിനാ പറഞ്ഞു വെച്ചാൽ, കേൾക്കുന്നുണ്ടെങ്കിലും ആ കേൾവികൾ നമ്മളെ മാറ്റുന്നില്ല എന്നുള്ളത് പലപ്പോഴും കുറ്റബോധത്തോടുകൂടെ ഓരോ പ്രഭാഷണം കഴിയുമ്പോഴും നമ്മൾ ഓർക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എവിടെയാണോ മാറ്റം വേണ്ടത് ആ മാറ്റങ്ങൾ വരുത്താതെ നമ്മൾ നിരന്തരം കേൾക്കുകയും പ്രഭാഷണങ്ങൾ ആവർത്തിച്ച് കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് അനുഭവപ്പെടുന്ന ഒരു കുറ്റബോധം, ഒരു വിഷമം അതിങ്ങനെ വർദ്ധിച്ചു വരിക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ നോമ്പ് അങ്ങനെയല്ല. നോമ്പിൻ്റെ തുടക്കത്തൊരു ഞായറാഴ്ച എന്നുള്ളത് ഞാൻ പറയാം, നോമ്പൊരു മാറ്റത്തിന് വേണ്ടിയാണ്. അതായത് ഒരു വ്യക്തി മാറുക എന്നുള്ളതാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നോമ്പ് നിർബന്ധമാക്കി, നോമ്പും ഒരാചാരം പോലെ അനുഷ്ഠിച്ച് ഞാൻ 30 നോമ്പ് പൂർത്തിയാക്കി, 7 നോമ്പ് എനിക്ക് നഷ്ടപ്പെട്ടു, അത് ഞാൻ നോറ്റ് വീട്ടി, ഈ കണക്ക് വെക്കുക എന്നുള്ളതിലുപരി ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഒരു ലക്ഷ്യം അല്ലാഹ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കിയത് എന്താണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം. അപ്പം നമ്മുടെ സൂക്ഷ്മതയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഈ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, അത് നോമ്പിൻ്റെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത് മാത്രമല്ല, അള്ളാഹുവും റസൂലും പറഞ്ഞ കാര്യങ്ങളിൽ എത്രമാത്രം നമ്മൾ പുറകിൽ നിൽക്കുന്നുണ്ടോ അത് നമ്മൾ പരിഹരിച്ചു വരിക. എന്തൊക്കെ കാര്യങ്ങൾ കേട്ടിട്ടും നമ്മുടെ ജീവിതത്തിൽ വരുത്താത്തതുണ്ടോ വരുത്താനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ റമദാൻ നടക്കുന്നത്. അപ്പോൾ റമദാന്റെ മുമ്പുള്ള ലൈഫിൽ, ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഈ 30 ദിവസം കൊണ്ട് നമ്മൾ വരുത്തി തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നോമ്പ് അതിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ചില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് നമ്മൾ ഇന്ന് വിചാരിക്കുന്നത്, ഈ ഒരു മാസത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ ഇത്തരം ഒരു ഉത്ബോധനത്തിന് വേണ്ടി നമ്മൾ താല്പര്യമെടുത്ത് ബുദ്ധിമുട്ടി വന്ന ആളുകൾ എന്ന നിലക്ക് ഈ റമദാൻ എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ, ചില തിരുത്തലുകൾ ഉണ്ടാകും എന്ന് ഉറപ്പിക്കാൻ നമുക്ക് പറ്റണമെന്നതാണ്. എവിടെ നിന്ന് തുടങ്ങണം എന്ന് വെച്ചാൽ, നോമ്പ് പറഞ്ഞാൽ എന്താണ്? ഞാൻ പലപ്പോഴും മാറാത്തതിനെ കുറിച്ച് ചിന്തിക്കും. എന്താ നോമ്പ് എന്ന് പറഞ്ഞാൽ? നോമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ലളിതമായിട്ട് അറിയാൻ പറ്റും. നമ്മൾ അത്താഴം, ഉദയത്തിന് മുമ്പ് അത്താഴം കഴിച്ചു, ഇനി നമ്മൾ അസ്തമയത്തിനെ തിന്നുള്ളൂ, വെള്ളം കുടിക്കുള്ളൂ, ഭക്ഷണം കഴിക്കുള്ളൂ. ശരി, നീണ്ട ഒരു 12 മണിക്കൂറിലധികം സമയം നമ്മൾ എന്താണ്? പൂർണ്ണമായ പട്ടിണിയാണ്. അങ്ങനെ ഒരു പട്ടിണി സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ഒരു കാരണം. അതിൻ്റെ അർത്ഥം നമ്മൾ ആരെങ്കിലും പകല് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നതല്ല. അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ നമ്മുടെ ഭക്ഷണത്തിന് കുറവ് നോമ്പിൽ വരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ നോമ്പിൽ ഭക്ഷണത്തിന് കുറവ് വരണം, അപ്പോഴുള്ളൂ നോമ്പ്. നോമ്പിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും നമുക്ക് ഫലപ്രദമാവണമെങ്കിൽ ഭക്ഷണം കുറയന്നെ വേണം. ഭക്ഷണം കുറയാൻ യാതൊരു സാധ്യതയും നോമ്പിലില്ല. അതാണ് എൻ്റെ കാര്യം. പകൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു എന്നുള്ളത് സംഭവിക്കുമെങ്കിലും ഭക്ഷണം കുറയാന്നുള്ളത് നോമ്പിൽ ബോധപൂർവം ശ്രമിക്കാത്ത ഒരാൾക്കും അയാളുടെ ഭക്ഷണം കുറയില്ല. പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നതാണ്, മഹാനായ സയ്യിദ് റഷീദ് റിള അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ മനാർ എന്നുള്ള തഫ്സീറിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ശരിക്കും എന്താന്ന് ചോദിച്ചാൽ 11 മാസം മനുഷ്യൻ ഭക്ഷണം കഴിച്ചത് കൊണ്ട് അവൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊഴുപ്പും അതിൻ്റെ അവശിഷ്ടങ്ങളും എല്ലാം ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് ഒരു മാസം എന്നാണ്. ഏതുപോലെ നമ്മുടെ കഴിഞ്ഞ പാപങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന പോലെ 11 മാസത്തെ ഭക്ഷണ ദോഷങ്ങളെല്ലാം
നമ്മളിൽ നിന്ന് നീക്കിക്കളയാൻ എന്ത് ചെയ്യുന്നറിയോ, നോമ്പിന് പറ്റുന്ന അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കും നിങ്ങൾ. 11 മാസത്തെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പും വസ്തുക്കളും ഒക്കെ എന്ത് ചെയ്യാണ്, നോമ്പ് കൊണ്ട് ഇല്ലാതാകത്തക്ക വിധത്തിലുള്ള ശരീരത്തെ ബാധിക്കുന്ന ഒരു പട്ടിണി, ഒരു വിശപ്പ് നമുക്കുണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മളൊക്കെ ഇഫ്താർ നടത്തും, പലപ്പോഴും ഇഫ്താർ. എന്താ ഇഫ്താർ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഇപ്പൊ നമ്മൾ ഒരു സൽക്കരിക്കുന്ന ഒരു അതിഥികൾ എന്ന നിലക്ക് നമ്മൾ ബഹുമാനിക്കണോണ്ട് എന്തെന്നറിയോ, എപ്പോഴും നമ്മളൊരു ഇഫ്താറിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അമിതമായി കഴിക്കും, നമ്മൾ ഭക്ഷണം അമിതമായി കഴിക്കുന്നു. ഞാൻ ആലോചിക്കുമ്പോൾ നമ്മുടെ പള്ളിയിലൊക്കെ ഇഫ്താർ നടക്കുന്നുണ്ട്. അപ്പോൾ പള്ളിയിലൊക്കെ ഇഫ്താർ നടക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, സാധാരണ വീട്ടിൽ നിന്ന് തുറക്കുന്ന ഒരാൾ ഒരു മിനിമം ഭക്ഷണത്തിൽ നടത്തും. ഈ 30 ദിവസം ഇഫ്താർ പങ്കെടുക്കുന്ന ആളെന്താ അറിയോ, സാധാരണ നമ്മൾ മാസത്തിലോ ആഴ്ചക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഹോട്ടലിലോ പുറത്തോ പോയി വീട്ടിൽ എന്തെങ്കിലും വിശേഷ വസ്തുക്കൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന പോലെയുള്ള ഭക്ഷണമാണ് ഈ 30 ദിവസം വരെ തിന്നണത്. എന്തെങ്കിലും മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ ഭക്ഷണം കുറക്കണം എന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു നിയമത്തിൻ്റെയോ നോമ്പിൻ്റെയോ ശറഇൻ്റെയോ പരിധിയിൽ വരുന്നുണ്ടോ എന്നൊരു പക്ഷേ ആളുകൾ ചോദിക്കും. അതല്ലാതെ പിന്നെന്താണ് സൗം? സൗം തന്നെ ഇംസാക്കാൻ, സൗം തന്നെ പിടിച്ചു വെക്കുക. എന്തിനെയാണ് പിടിച്ചു വെക്കുന്നത്? ഖാല ഇന്നി നദർതു ലിർറഹ്മാനി സൗമ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയാ. പിന്നെ മറിയം പറഞ്ഞു, ഞാൻ മൗനവ്രതത്തിലാണെന്ന്. ഈ നടക്കുന്ന കുട്ടികളൊന്നും രക്ഷിതാക്കളൊന്നും എത്തിയാൽ സംസാരത്തിൽ നമ്മൾ നേരെ മുന്നിലാവണോണ്ടുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ട്, ഒന്ന് അടുത്തെത്തിയാൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ സംസാരത്തെ എന്ത് ചെയ്യാണ്, നിയന്ത്രിക്കുക. അപ്പോൾ മിണ്ടൂലെന്നാണ്, ഒരു അക്ഷരം മിണ്ടാതിരിക്കുക. ഭക്ഷണത്തിന് വ്രതമെടുക്കാൻ എന്താ, ഭക്ഷണം കഴിക്കാതിരിക്കുക. അപ്പൊ നോമ്പ് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ആ ഭക്ഷണ നിയന്ത്രണം നമ്മുടെ ശരീരത്തിനും നമ്മുടെ ജീവിതത്തിലും ഫലപ്രദമാകണം എന്നുണ്ടെങ്കിൽ എന്താ അറിയൂ, നമ്മൾ അസമയത്ത്, ഏത് രാത്രി സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് അത്താഴത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഒന്നും കഴിക്കാൻ സമയമെന്ന നിലക്കും ആരോഗ്യപരമായും ഒരു ബർക്കത്തിന് വേണ്ടി മാത്രം എന്തെങ്കിലും തിന്നേണ്ട ഒരു സമയമാണ് അത്താഴത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ. വേറെ ഏത് സമയത്ത് നമ്മൾ തിന്നുക? നോമ്പ് തുറന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പ് തുറന്ന് ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്കുള്ള സമയം കൊണ്ട് ഒരു നിയന്ത്രണവുമില്ല. അതൊരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള സമയം നമുക്കുള്ളൂ. ആ ഒരു നേരത്ത് നമ്മൾ 3-4 നേരത്തെ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതം മുഴുവൻ അസ്വസ്ഥമാണെന്നുള്ള. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു ക്രമം പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്താ അറിയോ, ഭക്ഷണത്തിൻ്റെ നിയമങ്ങളിൽ ഖുർആൻ പറയുന്ന നിയമം എന്താണെന്ന് വെച്ചാൽ കുലു വഷ്റബു വലാ തുസ്രിഫു എന്നാണ്. നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ, പക്ഷെ ഒരിക്കലും അമിതമാവാൻ പാടില്ല. ധാരാളം അർത്ഥങ്ങളുള്ള ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ ഹറാമ് തിന്നാൽ മതി, വയറിറച്ചി തിന്നൊന്നും വേണ്ട. ഒരാൾ അയാൾക്ക് കഴിക്കാൻ പറ്റാത്ത ഹറാമ് തിന്നാ ഇസ്രാഫാണ്, അത് തിന്നാൻ പാടില്ല. അത് ഇസ്ലാമികപരമായി ഇസ്രാഫ്, ദുർവ്യയം എന്നാണ് അതിന് പറയാം. ഭക്ഷണം അമിതമായി കഴിക്കാൻ നമുക്ക് അനുവാദമില്ല എന്നുള്ളതാണ്. എത്രയോ ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതായിട്ടുള്ള ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. മാ മല ആദമിയുൻ വിആഅൻ ശർറൻ മിൻ ബത്നിഹി എന്നാണ്. എത്ര വ്യക്തമായിട്ട് നബി പറയും. ഇതൊന്നും പ്രതീകാത്മകമല്ല കേട്ടോ, വ്യക്തമായിട്ട് പറയണം. വയറിനേക്കാളും ഒരു മനുഷ്യൻ നിറക്കുന്ന ഒരു പാത്രം വേറെ ഇല്ല എന്ന്. അത്രയും വൃത്തികേടാണ് വയറ് നിറച്ച് തിന്നുക എന്ന് പറഞ്ഞാൽ. നബിയുടെ കൂടെ ജീവിച്ച സഹാബത്തൊക്കെ ആ ഭക്ഷണം വയറ് നിറച്ച് തിന്നുന്നവനെ കണ്ടാൽ അവർക്കുണ്ടായിരുന്ന മനസ്സിന്റെ പ്രതിഷേധം എത്ര വലുതാന്ന് പറയണമെങ്കിൽ മനസ്സിലാക്കാൻ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് എപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഒരു അതിഥി വേണം. എപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും കൂടെ കഴിക്കാൻ ഒരാളെ കൂട്ടിയിട്ട് അദ്ദേഹം കഴിക്കുള്ളൂ. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് എന്തെന്ന് വെച്ചാൽ നാഫി റളിയല്ലാഹു അൻഹു ഒരാളെ കൂട്ടി വന്നു. ഇബ്നു ഉമറിന് ഒരാളെ വേണമല്ലോ എന്ന് വിചാരിച്ച് കൂട്ടി. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ കൂടെ ഇരുന്നിട്ട് അദ്ദേഹം ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഫഅക്കല കസീറൻ, അദ്ദേഹം കണ്ടമാനം തിന്നു. ഈ വന്ന വിരുന്നേരൻ ധാരാളമായി ഭക്ഷിച്ചു. അപ്പൊ ആ സമയത്ത് ഇബ്നു ഉമർ ഈ കൊണ്ടുവന്ന നാഫിയോട് പറഞ്ഞു, യാ നാഫിഉ ലാ തുദ്ഖിൽ ഹാദാ അലയ്യ, ഇവനെ ഇനി എൻ്റെ അടുത്ത് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇവനെ നിങ്ങൾ ഇനി എൻ്റെ കൂടെ കൊണ്ടുവരരുത്. സമിഅതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിച്ച ആളുകൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കാഴ്ചപ്പാടിനെ നമുക്ക് പ്രായോഗികമായി പറഞ്ഞു തരുന്നതാണ്. അൽ മുഅ്മിൻ യഅകുലു ഫീ മിഅൻ വാഹിദ്, ഒരു വിശ്വാസി തൻ്റെ ഒരാമാശയം മാത്രമേ, അതായത് ആമാശയത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ അവൻ ഭക്ഷിക്കുകയുള്ളൂ. വൽ കാഫിർ, അവിശ്വാസി, യഅകുലു ഫീ സബ്അതി അംആ, അവൻ്റെ 7 വയറും അവൻ നിറക്കും എന്നാണ് പറയുന്നത്.
7 വയറും അവൻ നിറക്കും. സുഹൃത്തുക്കളെ, ഈ തിന്നുന്നതിന്, ഈ അമിതമായ തീറ്റയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. അത് ഇസ്ലാമികമായി ഗുരുതരമായ തെറ്റാണ്. അത് തിന്നതിന് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഫലപ്രദമായി ഈ നോമ്പിൻ്റെ ഗുണം നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തത്. വയറ് നിറച്ച് തിന്ന് ഉറങ്ങുന്ന ഒരാൾക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഉറങ്ങാൻ പറ്റും. ഒരാൾക്ക് നന്നായിട്ട് വയറ് നിറച്ച ഒരാൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റും. അയാൾക്ക് ശ്വസിക്കാൻ പറ്റും. സന്തോഷത്തോടു കൂടെ അയാൾക്കൊന്ന് ശ്വസിക്കാൻ പറ്റും. എത്ര ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് നമ്മൾ. ഒരു തിന്നണ എത്ര വലിയ തെറ്റാണെന്ന് വെച്ചു. തിന്നത് തെറ്റല്ല, തിന്നാൻ നമ്മളോട് കൽപ്പിച്ചതാണ് കുലു വഷ്റബു. പക്ഷേ അത് അമിതമാകുന്നത് തെറ്റു തന്നെയാണ്. അതിന് യാതൊരു സംശയവും എന്നുള്ളതാണ്. എന്നിട്ട് എന്താണ് ഭക്ഷണത്തിന്റെ അളവ് പറഞ്ഞെന്ന് അറിയുങ്ങൾ? നമ്മൾ 3 അറകളിൽ 1 അറ നിറക്കണം എന്നാണ് നമ്മൾ പഠിക്കൽ അല്ലേ? അതൊക്കെ അത് ഹദീസിലുള്ളത് തന്നെയാണ്. ഒന്ന് ഒഴിച്ചിടണം, ഒന്ന് എന്ത് ചെയ്യണം, വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞു. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. എന്താണ് ഭക്ഷണത്തിന്റെ അളവ് എന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സമയത്ത് നബി എന്താണ് അത് പറയുന്നത്? ആ അളവ് എന്ന് പറഞ്ഞാൽ ഇബ്നു ആദം ബിഹസ്ബി ഇബ്നു ആദം ഉക്ലാത്തിൻ യുഖിംന സുൽബഹു. അവൻ്റെ മുതുക് നീർന്ന് നിൽക്കാനുള്ള ഭക്ഷണം തിന്നാൽ മതി ഒരാൾ എന്നാണ് മനസ്സിലായത്. നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഒരു ഭക്ഷണമേ ഒരാൾക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഭക്ഷണം കുറച്ച് കുറയുമ്പോഴേക്കിനും ബേജാറാകേണ്ടി പേടിക്കേണ്ടി ഒന്നും കാര്യമില്ല എന്നുള്ളതാണ്. ഇന്ന് ഫിറ്റ്നസ് സെൻ്ററുകളാണ് എല്ലായിടത്തും. ഏറ്റവും വലിയ വരുമാനം ലോകത്ത് മുഴുവനും അതാണ്. ഞാനതിന് തെറ്റായിട്ട് പറയില്ല. അത് വെറും തടി കുറക്കാനോ ആരോഗ്യം കുറക്കാനോ മാത്രമല്ല. നമ്മുടെ ശരീരത്തിലൊരു പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ ശരീരം അതിൻ്റെ രൂപത്തിൽ നിലനിൽക്കണമെങ്കിൽ വ്യായാമം ആവശ്യമാണ്. ഇതിൽ യാതൊരു സംശയമില്ല. എല്ലാവരും വ്യായാമം ചെയ്യണം ആരോഗ്യപരമായി നിലനിൽക്കാൻ. ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് പരലോകത്തേക്ക് വേണ്ടി ദുനിയാവിന് വേണ്ടി ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ ആരോഗ്യം, പള്ളികൾക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നടന്നു പോകാനുള്ള ആരോഗ്യം വേണ്ടി. അതുകൊണ്ട് ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതും അതിന് സമയം ചെലവഴിക്കുക എന്നുള്ളതും ഒന്നും എന്തല്ല തെറ്റായ കാര്യമല്ല. അത് നല്ല ഉദ്ദേശത്തിലാണെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഇതൊക്കെ ഇസ്ലാമികമായ നിയമമായിക്കൊണ്ട് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണ് എന്നാണ്. അപ്പോൾ നോമ്പ് കൊണ്ടുള്ള ഗുണം ഒരാൾക്ക് കിട്ടണമെങ്കിൽ അയാൾ ഭക്ഷണത്തെ നിയന്ത്രിച്ചിരിക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം. പക്ഷെ കഴിക്കുമ്പോൾ എന്താണ്, ഒരളവിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ കഴിക്കില്ലെന്ന് തീരുമാനിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം. തികച്ചും തെറ്റായ, ഒരിക്കലും ആരോഗ്യപരമായി ഒരു ന്യായവും പറയാൻ പറ്റാത്ത എല്ലാ അബദ്ധങ്ങളും ചെയ്യാൻ നമുക്ക് അവകാശമുണ്ട് എന്ന് വിശ്വസിക്കരുത്. കാരണം നിന്റെ ശരീരത്തോട് നിനക്കൊരു കടമയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ദോഷകരമായ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നു എന്ന് വന്നാൽ തീർച്ചയായും അത് തെറ്റു തന്നെയാണ്. അത് നമ്മൾ വളരെ കണിശമായി പാലിക്കണം. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഭക്ഷണം ക്രമീകരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ വാക്കുകൾ ഞാനെന്ന് പറയട്ടെ. ഒന്നാമത്തെ ഗുണമായിട്ട് അവർ പറഞ്ഞ എന്താ പറയുക, സഫാ ഉൽ ഖൽബ് എന്നാണ്. അതായത് ഹൃദയം ശുദ്ധമാകുന്നതാണ്. എങ്ങനെ തിന്നാതിരുന്ന ഹൃദയം ശുദ്ധമാണ്? സുഹൃത്തുക്കളെ, ഈ ഒരു കണക്കുമില്ലാതെ അടിച്ച് കേട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതത്തിൽ എന്താണ്, ഈ തീറ്റയും ആഘോഷവും സന്തോഷവും അല്ലാത്ത വേറൊരു പരിപാടി ഉണ്ടാവില്ല. നിങ്ങൾ കുട്ടികൾക്ക് ഒരു ദിവസം 500 ഉറുപ്പിക എടുത്തുങ്ങാട്ട് ഇഷ്ടമുള്ളത് പോയി തിന്നാൻ പറഞ്ഞു നോക്കും. നിങ്ങൾ നശിക്കാൻ അത് മതി, കള്ളുടിക്കൊന്നും വേണ്ട. ഒരു 10-200 ഉറുപ്പിക കൈ കൊടുത്ത് എനിക്ക് ഇഷ്ടമുള്ളത് പോയി തിന്നോന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? ഒരു 10-14 വയസ്സായ കുട്ടി അവനിങ്ങനെ ഉമ്മാൻ്റെ പൈസ വാപ്പാൻ്റെ പൈസ എല്ലാം മോഷ്ടിക്കും. അപ്പോൾ എന്താണ് ഇപ്പോൾ മോഷ്ടിക്കാനുള്ള കാരണം എന്നതിനെക്കുറിച്ച് അന്വേഷിച്ച് മനസ്സിലായി. അപ്പോൾ പറഞ്ഞത് ഇവൻ എല്ലാ ദിവസവും ഒരു ഷവർമയും ഒരു ജ്യൂസും കുടിക്കണം ആണോ? ഒരു ഷവർമയും ഒരു ജ്യൂസും ഇല്ലാതെ ഒരു വൈകുന്നേരം ആകാൻ പറ്റില്ല. അതിനുള്ള പൈസ അവൻ വൈകുന്നേരം ആകുമ്പോഴേക്ക് കണ്ടെത്തുക. എങ്ങനത്തെ 14 വയസ്സായവൻ എങ്ങനെ കണ്ടെത്തുക? അവന് കണ്ടെത്താൻ വേറുള്ളൊരു പോക്കറ്റ് തപ്പലാണ് അവൻ അതിനുള്ള പരിഹാരം. അതുകൊണ്ട് അവൻ മോഷ്ടിച്ചിരിക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്ര വലിയ അഡിക്ഷനാണ് ഭക്ഷണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു പക്ഷേ ആ കുട്ടിനോട് സംസാരിച്ചപ്പോഴും ആ കുട്ടിൻ്റെ കേസ് വന്നപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്. ഇപ്പോൾ നമ്മളൊക്കെ സത്യത്തിൽ എന്താണ്, നിയന്ത്രണ വിധേയമായിട്ടാണോ ഭക്ഷണം കഴിക്കുന്നത് എങ്കിലുള്ളത് നമ്മൾ ബുദ്ധി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ, നമ്മുടെ മനസ്സിന് പരിശുദ്ധി ഉണ്ടാവുള്ളൂ എന്നാണ്. മാത്രമല്ല പിന്നെ വേണം, ഒരു മനുഷ്യന് എല്ലാ സമയത്തും സന്തോഷത്തോടു കൂടിയും ഉന്മേഷത്തോടു കൂടിയും നിലനിൽക്കണമെങ്കിൽ ഭക്ഷണം കൺട്രോൾ ചെയ്യുന്ന ആൾക്കുള്ളൂ ഒരു ഉന്മേഷത്തോടു കൂടി അവൻ്റെ ജീവിതത്തെ നിലനിർത്താൻ. ഇതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞാണ്, ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞോ ഡോക്ടർമാർ പറഞ്ഞോന്നല്ല. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് എഴുതി വെച്ച കാര്യം ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ അള്ളാഹിന്റെ ശിക്ഷയും അള്ളാഹുവിൻ്റെ കോപവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമൊക്കെ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയുന്നത്, ഭക്ഷണവും വിശപ്പും പിന്നെ ബുദ്ധിമുട്ടുകളും അറിയുന്നവന് മാത്രമേ ഉള്ളൂ എന്തൊരു പടച്ചോനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവുള്ളൂ. അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത ഒരാൾ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, കുറച്ച് പട്ടിണിയും കുറച്ച് വിശപ്പും ദാഹമൊക്കെ അനുഭവിക്കുന്നവനെ അതുണ്ടാവുള്ളൂ എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല ഏറ്റവും വലിയ പ്രയോജനമായിക്കൊണ്ട് അവർ പറയുന്നത് കസ്റു ഷഹവാത്ത്, നമ്മുടെ ദേഹേച്ഛകളെ, തെറ്റുകൾ ചെയ്യാനുള്ള മനുഷ്യൻ്റെ പ്രവണതകളെ തടഞ്ഞു വെക്കാൻ
ഒരു പക്ഷേ ഭക്ഷണ നിയന്ത്രണങ്ങളെ കൊണ്ട് പറ്റുന്നതാണ്. അതുകൊണ്ട് ഈ പിശാചന്തിയും അത് എജിരി മജറദ്ദം, രക്തം ഒഴുകുന്നിടത്തൊക്കെ സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ നോമ്പ് നോറ്റാൽ മനുഷ്യന് കൺട്രോൾ കിട്ടാനുള്ള കാരണമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മുടെ ശരീരത്തിലൂടെ പിശാചിന് സഞ്ചരിക്കുവാനുള്ള ആ സഞ്ചാര വേഗത കുറയുന്നതാണ്. അങ്ങനെ ഹദീസിനെ വിശദീകരിച്ച ആൾക്കാർ ആ വേഗത കുറയുമ്പോൾ അവൻ എന്ത് ചെയ്യും? ആ പിശാച് കൺട്രോൾ ആവും, പിശാച് നിയന്ത്രണത്തിലാകും എന്ന് വരെ പറഞ്ഞു വെച്ച പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുള്ള ഒരു നിയന്ത്രണം ക്രമം തീർച്ചയായും നമ്മൾ ഈ റമദാനിക്കൊക്കെ ഒരു പ്രത്യേകമായൊരു ക്ലാസ്സും പ്രഭാഷണവും പ്രസംഗമൊക്കെ കേട്ട് എനിക്കെൻ്റെ നോമ്പും എൻ്റെ ജീവിതമൊക്കെ ഒന്ന് ശരിയാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായും നമ്മുടെ എല്ലാം ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിൽ ഈ നോമ്പിൻ്റെ ഫലപ്രാപ്തി നമുക്ക് കിട്ടാൻ ഭക്ഷണത്തിനുള്ള നിയന്ത്രണം നമ്മളെല്ലാവരും ശീലമാക്കണം. എന്താണ് ഈ ഭക്ഷണം നിയന്ത്രിച്ച് ഇത്തരത്തിലൊരു നോമ്പ് നമുക്ക് നിർബന്ധമാക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താ? ഒരിക്കലും മനുഷ്യന് നിയന്ത്രിക്കാൻ പറ്റാത്ത വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. അതാണ് നോമ്പിൻ്റെ ഗുണം. യാ മാഷറ ശബാബ് ബനിസ്തതാമിൻകുൽ ബഅത്ത ഫലിയതസവ്വജ്. എത്ര വ്യക്തമായിട്ട് നബി പറഞ്ഞത്, യുവാക്കളെ, നിങ്ങൾക്ക് ശേഷി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വിവാഹം കഴിക്കണം. ആ ശേഷിനെ പറ്റി ചർച്ച ഉണ്ട്. ചില ആൾക്കാർ ആ ശേഷിനെ കുറിച്ച് പറഞ്ഞ് കല്യാണം കഴിക്കാനുള്ള മഹർ കൊടുക്കാനും വലീമത്ത് കൊടുക്കാനും ഒക്കെ ഉള്ള പൈസയാണെന്നാണ് പറഞ്ഞത്. എന്നാൽ മിക്കവാറും ആളുകൾ വിശദിച്ച് ബഅത്ത് പറഞ്ഞാൽ ഒരു യുവാവാകുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? വികാരങ്ങൾ ഉണ്ടാകും. ആ വികാരങ്ങൾ ശക്തിപ്പെട്ടു വരുമ്പോൾ എന്ത് ചെയ്യും? അത് നിയന്ത്രിക്കാൻ, അത് പിടിച്ചു വെച്ചാൽ നടക്കൂല. പിടിച്ചു വെക്കാൻ പറ്റിയതൊന്നല്ല മനുഷ്യൻ്റെ ലൈംഗിക വികാരങ്ങൾ. അപ്പം അത് നിർവഹിക്കാൻ കല്യാണം കഴിക്കണം എന്നാണ്, വിവാഹം കഴിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിയോ ഇല്ല മെസ്സത്തി എന്നൊക്കെ പറ്റൂലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പറ്റൂലെങ്കിൽ അത് വികാരങ്ങൾ, അതിശക്തമായ ഒരു യുവാവിൻ്റെ ലൈംഗിക വികാരങ്ങളെ അവനെ നിയന്ത്രിക്കാൻ പറ്റാൻ ഒരു വിവാഹത്തിന് അവസരമില്ല, ഒരു സ്ത്രീയെ സ്വീകരിക്കാൻ അവന് പറ്റില്ലെന്ന് വന്നാൽ അവൻ എന്ത് ചെയ്യണം? അവൻ നോമ്പ് നോൽക്കട്ടെ എന്നാണ്. ഇപ്പൊ ഇന്നകൂലഹു വിജാവ്. ഇപ്പൊ നോമ്പിന് പറ്റുന്നതാണ്. എല്ലാ മനുഷ്യരും പരാജയപ്പെടുന്ന ഏറ്റവും ഒരു അപകടകരമായ മേഖലയാണ് എന്തൊരു വൈകാരിക മേഖല എന്ന്. എല്ലാവരും നമ്മളെപ്പോഴും നമുക്ക് അപകടങ്ങൾ സംഭവിക്കുന്ന രംഗം എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധങ്ങളിലാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് നോട്ടം എന്ന് പറഞ്ഞാൽ. മനസ്സിലായി? ബാക്കിയുള്ള തെറ്റുകൾക്കൊക്കെ മനുഷ്യന് സാഹചര്യത്തിൻ്റെ പരിമിതികളുണ്ടാവും. എന്നാൽ നോട്ടം എന്നുണ്ടല്ലോ, ഉള്ളിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം. ആണുങ്ങളോടും പെണ്ണുങ്ങളോടും വേറെ വേറെ പറഞ്ഞുകൾ നോക്കാൻ പാടില്ല എന്നാണ്. എന്താ നോക്കുക എന്ന് പറഞ്ഞാൽ, നോക്കുന്നത് ഒരു രോഗമാണ്. അങ്ങനെ നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അയാളുടെ മനസ്സിൽ ആ വൈകാരിക ചിന്തകൾ അയാളെ അസ്വസ്ഥമാക്കും. അയാളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ആ ചിന്ത എന്ത് ചെയ്യും? അയാളെ ബാധിക്കും. അതുകൊണ്ട് അത് നിയന്ത്രിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും അയാളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആത്മീയതയും തകരാറായി പോകും. ഒരു സദാസമയവും ഒരു രോഗിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ രോഗിയാണെങ്കിൽ നമ്മുടെ ഭക്ഷണമാണെങ്കിലും നമ്മുടെ ഉറക്കമാണെങ്കിലും നമ്മുടെ ജോലിയാണെങ്കിലും ഒക്കെ നമുക്ക് നിർവഹിക്കാൻ പറ്റും. എന്ന പോലെ മനസ്സിൻ്റെ രോഗമാണ് എന്തെന്ന് പറഞ്ഞാൽ ഈ വൈകാരികമായ ചിന്തകൾ. അത് മനസ്സിൻ്റെ ഉള്ളിൽ പിടികൂടി കഴിഞ്ഞാൽ അവൻ്റെ ജീവൻ തന്നെ അസ്വസ്ഥമാവും, താറുമാറാകും. അവന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ വരും. അതിനെ നിയന്ത്രിക്കാൻ നോമ്പിന് പറ്റുന്ന വേണം. അതിനെ നിയന്ത്രിക്കാൻ ഒരു മനുഷ്യന് നോമ്പ് കൊണ്ട് പറ്റും എന്നുണ്ടെങ്കിൽ എസ്തജിൻറ്റു ബിക, മനുഷ്യനൊരു പരിചയമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കാര്യമാണ് നോമ്പ്. അപ്പോൾ ശക്തനായ ഒരു യുവാവിൻ്റെ ലൈംഗികമായിട്ടുള്ള വികാരങ്ങളെ നിയന്ത്രിക്കാൻ നോമ്പിന് ശക്തി ഉണ്ടെങ്കിൽ മനുഷ്യൻ്റെ ഏത് ഇച്ഛകളെയും നിയന്ത്രിക്കാൻ അവന് നോമ്പ് കൊണ്ട് പറ്റുമെന്നതാണ്. അതുകൊണ്ട് എന്തെല്ലാം തെറ്റുകൾ നമ്മളിൽ വന്നു പോകുന്നുണ്ട് എന്നാണോ നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ളത്, അത് മുഴുവനും നമ്മളിൽ നിന്ന് ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കണം. എല്ലാവർക്കും ഒന്നല്ല കേട്ടോ, എല്ലാ ആളുകൾക്കും ഒന്നല്ല. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ് തെറ്റുകളായി വരുന്നത്. എല്ലാവരുടെയും ഇപ്പോൾ ഈ വൈകാരിക രംഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രയാസമുള്ളൊരു രംഗമായിട്ട് ചിലപ്പോൾ ഉണ്ടായിക്കോണമെന്നില്ല. നമ്മുടെ സ്വഭാവങ്ങളായിരിക്കാം ചിലപ്പോൾ പ്രശ്നം. നമ്മൾ ആ സ്വഭാവങ്ങളെ നമ്മൾ മാറ്റിയെടുക്കണം. വെറുതെ നമ്മുടെ ജീവിതത്തെ സദാസമയവും അസ്വസ്ഥമാക്കുന്നതാണ് നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ വളരെ മോശമായി പ്രതികരിക്കാം, പെട്ടെന്ന് ദേഷ്യപ്പെടുക, മനസ്സിലായി, എല്ലാവരോടും വിരോധം വെച്ച് ജീവിക്കാം, എല്ലാവരുടെയും കുറ്റങ്ങളും തെറ്റുകളും കണ്ടത് പറഞ്ഞുകൊണ്ട് നടക്കാം. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ മനുഷ്യനെ ഇതൊക്കെ നമ്മൾ മാറ്റണം. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, 2 കാര്യങ്ങൾ നബി ഒന്നിച്ച് പറഞ്ഞു. ഏതാ 2 കാര്യങ്ങൾ നബി ഒന്നിച്ച് പറഞ്ഞത്? ഒന്ന് നാവിനെയും ഗുഹ്യാവയവത്തെയും. എന്താ ഒന്നിച്ച് പറയാൻ കാരണം? ഒരാൾ തൻ്റെ ഗുഹ്യസ്ഥാനത്തെയും നാവിനെയും സൂക്ഷിക്കുകയാണെങ്കിൽ അവന് സ്വർഗം തരാമെന്ന് ഞാൻ ജാമ്യം നിൽക്കാണ്. എന്താ ഈ 2ൻ്റെയും കാര്യം? ഞാൻ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒരു മനുഷ്യന് സത്യത്തിൽ ഈ വൈകാരികമായ കാര്യങ്ങൾ, പോൺ സൈറ്റുകൾ, അശ്ലീലങ്ങൾ കാണുക, ഈ കാണുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ വായിൽ നോക്കി നടക്കുക, അതേപോലെ തന്നെ ആ ചിന്തകളുമായിട്ട് മാത്രം നടക്കുക, അത്തരം കാര്യങ്ങൾ മൊബൈൽ ഫോണിൽ കാണുക, അതിനെപ്പറ്റി ആലോചിച്ചും ചിന്തിച്ചും നടക്കുക. ഇതൊരു മനുഷ്യനെ എത്ര ചെയ്താലും മതിയാവാത്തൊരു കാര്യമാണ്.
ഈ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് എത്ര ചെയ്താലും മതിയാവില്ല, അവരത് ചെയ്തു. അതേപോലെ ചെയ്യുമ്പോൾ മനുഷ്യന് ആസ്വാദനം കിട്ടുന്ന ഒന്നാത്ര ഈ വർത്താനം. മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുമ്പോൾ ആ പറയുന്ന ആൾക്കാർക്ക് ഒരു ആസ്വാദനം കിട്ടുന്നുണ്ട് എന്നാണ്. അപ്പൊ ഒരു അവസരം തേടി നടക്കും അങ്ങനത്തെ ആൾക്കാർ. അവർക്ക് ഇതിങ്ങനെ പറയണം എന്നുള്ളതാണ്. ആൾക്കാരെ കുറിച്ച് എന്തെങ്കിലും പറയാ, കുറ്റം പറയാ, ആരെങ്കിലും ഒരു ഫോൺ നമ്പർ സംഘടിപ്പിച്ചിട്ട് വിളിച്ചിങ്ങനെ പറയാ, ആ പറയുമ്പോൾ അവർക്ക് അതിലൊരു ആസ്വാദനം ഉണ്ടെന്നാണ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ ഏറ്റവും അടക്കി വെക്കാൻ പ്രയാസമുള്ള ആസ്വാദനങ്ങളായി രണ്ടെണ്ണം പറഞ്ഞതിൽ ഒന്നെന്താണ്? ഒന്ന് വൈകാരികതയാണ്, രണ്ടാമത്തെ നമ്മുടെ നാവാണ്. അതുകൊണ്ട് നമ്മുടെ സംസാരം പ്രധാനമാണ് സുഹൃത്തുക്കളെ. ഒരു പക്ഷേ ഞാൻ പറയണത് നമ്മുടെ ജീവിതത്തിലെ നന്മകളെ മുഴുവനും മനുഷ്യൻ ഈ സംസാരം കൊണ്ട് നശിപ്പിച്ച് കളയാനുണ്ടായിരിക്കും. അതുകൊണ്ട് വളരെ നിയന്ത്രിച്ച് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായത് പറയാനും ആവശ്യമില്ലാതെ പറയാതിരിക്കാനും, വെറുതെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് നമ്മുടെ നന്മകൾ നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയോട് കുറച്ച് സമയം സംസാരിച്ചാൽ അയാൾ കൂടുതൽ സമയം സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്തിനെക്കുറിച്ചായിരിക്കും? അപ്പോഴേക്കും ഒരു വ്യക്തി കടന്നു വരും. നമ്മൾ രണ്ടുപേരും അല്ലാത്ത മൂന്നാമത്തെ ഒരാൾ കടന്നു വന്നെങ്കിൽ മാത്രമേ ആസ്വാദനത്തോടെ പിന്നെയുള്ള സംസാരങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. അത് വാപ്പാനെ കുറിച്ചാവാം, ഉമ്മാനെ കുറിച്ചാവാം, നമ്മുടെ ബന്ധുക്കളെ കുറിച്ചാവാം, മക്കളെ കുറിച്ചാവാം, ആരെക്കുറിച്ചും ആവാം. പക്ഷെ ആരെക്കുറിച്ചാണെങ്കിലും ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളെക്കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശരിയല്ലാത്തൊരു കാര്യമാണ്, തെറ്റായ കാര്യമാണ്. ഒരു പക്ഷെ നാളെ നമ്മുടെ എല്ലാ നന്മകളെയും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പാപമാണ്. ഇതൊക്കെ മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പട്ടിണി കൊണ്ട് എന്ത് കാര്യം? എന്താണ്? എത്ര ആളുകളുണ്ട് പട്ടിണി മാത്രമാണ് അവർ നോമ്പ് കൊണ്ട് നേടിയതെന്ന് പറയണ്ടല്ലോ. ആ പട്ടിണി കൊണ്ട് മാത്രം നമ്മുടെ നോമ്പ് അവസാനിക്കുന്നതിലേക്ക് പോവാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. ഇത് ഇത്രമാത്രം പറയാനുള്ള കാരണം എന്താ അറിയോ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ തിന്മകളെ തടുത്തു വെക്കൽ തന്നെയാണ്. നമ്മൾ തോൽക്കുന്നത് അവിടെ മാത്രമാണ്. നമ്മൾ തോൽക്കുന്ന അവിടെ. ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു വ്ളോഗറായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ വളരെയധികം മോട്ടിവേഷൻ സ്പീക്കർ ആയിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഇപ്പോൾ അറസ്റ്റാണ്, പോക്സോ കേസിൽ അറസ്റ്റ്. ഞാൻ ഒരാളെ കുറിച്ച് പറയാൻ വേണ്ടിയില്ല വേണ്ടത്, അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള സോഷ്യൽ മീഡിയ ചർച്ചകൾ, അദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചർച്ചകൾ നമ്മൾ കേൾക്കണം. ആ ചർച്ചകൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാകേണ്ടത് ഇന്ന് ലോകത്ത് തന്നെയുള്ള വിവരങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ ഏതു മനുഷ്യനും പരാജയപ്പെട്ടു പോകുന്നത് തൻ്റെ സ്വകാര്യ ജീവിതത്തിലാണ്. പുറത്ത് നല്ല മുഖാണ്. ഇപ്പോൾ എപ്സ്റ്റീൻ ഫയലുകൾ നമുക്കറിയാം. ഒരു സ്വകാര്യമായ ഒരു ദ്വീപിൽ ലോകരാഷ്ട്ര തലവന്മാരെ കൊണ്ടുപോയിട്ട് ഒരു പക്ഷെ ലോകത്ത് തന്നെ നടന്ന ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യം അവിടേക്കാണ് നടന്നിട്ടുള്ളത്. അത് ചെയ്തത് ആരെന്നറിയങ്ങൾ? ലോകത്തിൻ്റെ രാഷ്ട്ര തലവന്മാരാണ്. എന്ത്? മനുഷ്യന്റെ മാംസം വേവിച്ച് തിന്നു എന്ന് പറയുന്നത് നമുക്ക് അവിശ്വസിക്കാം. ചെറിയ കുട്ടികളെ കൊന്ന് തിന്നു എന്ന് വിചാരിക്കാം, അവിശ്വസിക്കാം. എന്നാൽ പിഞ്ചു പൈതങ്ങളെ, ഏത് നമ്മൾ എടുത്ത് നമ്മുടെ തോളിൽ വെക്കാൻ പറ്റുന്ന പിഞ്ചു പൈതങ്ങളെ, പെൺകുട്ടികളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ട് ആ കുട്ടികളുടെ കണ്ണീരും വേദനകളിലും ഒരു വിഷമവും തോന്നാത്ത ചരിത്രം ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ചരിത്രമാണ്. ലക്ഷക്കണക്കിന് വീഡിയോകളും ലക്ഷക്കണക്കിന് ഫയലുകളും ചിത്രങ്ങളും മെസ്സേജുകളും പുറത്തുവിട്ടിരിക്കണം. അതൊന്നും അസത്യമല്ല. ലോകത്തിൻ്റെ എല്ലാ പ്രമുഖന്മാരും പ്രതികളാണ്. അപ്പം എന്തായാലും മനുഷ്യൻ്റെ സ്വകാര്യ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുക പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അത് നമുക്ക് ചെറിയ കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചില ആളുകളുണ്ട്, അവരെ നമ്മൾ കണ്ടാൽ എന്തായിരിക്കും അവിടെ പ്രവർത്തനങ്ങൾ. തിഹാമാ പർവ്വത്ത്, തിഹാമൻ്റെ പ്രത്യേകം തരങ്ങൾ വെളുത്ത മലയാണ്. ദൂരെ നിന്ന് നോക്കിയാൽ മല ഇങ്ങനെ കാണും. ഒന്ന് മല തന്നെ കാണുമല്ലോ. മല എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളിങ്ങനെ നോക്കിയാൽ, പ്രകൃതിയിലേക്ക് നോക്കിയാൽ നമ്മൾ മലകളെ കാണും. പെട്ടെന്ന് മനുഷ്യൻ്റെ ശ്രദ്ധയിൽ വരുന്ന ഒന്നാണ് ഉയർന്നു നിൽക്കുന്ന വലിയ പർവ്വതങ്ങൾ. ആ പർവ്വതങ്ങളിൽ വെളുത്തതും കൂടെ ആകുമ്പോൾ എന്ത് ചെയ്യും? വെളുത്ത പാറക്കെട്ടുകൾ എത്ര മനോഹരമായിരിക്കും, എത്ര കാണും. ആ പർവ്വതങ്ങളെപ്പോലെ മനോഹരമായ പ്രവർത്തനം ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ ഓരോരുത്തരെ കുറിച്ച് ആലോചിച്ചാൽ എന്തൊരു നല്ല സ്വഭാവം, പെരുമാറ്റം, എന്ത് ത്യാഗം, എത്ര വലിയ ഔദാര്യവാൻ, എന്തൊക്കെ കാര്യം ഉണ്ടാവും. എന്നാൽ അവർക്ക് സ്വകാര്യ സമയങ്ങൾ കിട്ടുമ്പോൾ അള്ളാഹുവിൻ്റെ എല്ലാ നിയമങ്ങളെയും അവരെന്ത് ചെയ്യും? മറികടക്കുന്നതാണ്. അള്ളാന്റെ നിയമങ്ങളെ പച്ചയായി ലംഘിക്കും സ്വകാര്യതകളിൽ. അവർ എല്ലാ കർമ്മങ്ങളും നഷ്ടപ്പെട്ട് നരകത്തിൽ പോകുന്നവരായിട്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, എവിടാ വിജയിക്കേണ്ടത്? നമ്മുടെ സ്വകാര്യതയിലാണ് വിജയിക്കേണ്ടത്. നമ്മുടെ സ്വകാര്യതയിൽ തന്നെയാണ് നമ്മൾ വിജയിക്കേണ്ടത്. അത് ലോകത്തെ എല്ലാവരും പരാജയപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും, ഖുർആനിൽ സൂറത്ത് യൂസുഫിൽ കേട്ടിട്ടുണ്ടായിരിക്കും, വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. ഇതാരാണ് പറഞ്ഞതെന്നുള്ളത് വ്യാഖ്യാതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. യൂസുഫ് നബി പറഞ്ഞായിട്ടാണ് എല്ലാവരും പറയാറുള്ളത്. പക്ഷെ തഫ്സീർ സൂക്ഷ്മമായി പരിശോധിച്ചാൽ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞതല്ല ഇത്.
ഇത് പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്താണ്? ആ സുലൈഖ എന്ന് പറയുന്ന യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വശീകരിക്കാൻ ശ്രമിച്ച ആ കൊട്ടാരത്തിലെ സ്ത്രീ പറഞ്ഞതാണെന്നാണ്. എന്താണ് അവർ പറഞ്ഞത്? ഇത് നമ്മളെല്ലാവരും പറയേണ്ട ഒരു വാക്യമാണ്. എല്ലാവരും നമ്മളൊക്കെ വിശുദ്ധരാണെന്ന് നമ്മൾ സ്വയം വിചാരിക്കാൻ, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, ഞാൻ വളരെ നല്ലൊരാളായിട്ടല്ലേ പോണത് എന്ന് നമ്മൾ വിചാരിക്കുന്നു. ബാക്കിയുള്ള ആൾക്കാരും പറയുന്നു, ഓ നല്ലൊരു മനുഷ്യൻ എന്ന് നമ്മളെക്കുറിച്ച് പറയുന്നു. എന്നാൽ അതൊക്കെ പറയുന്ന സന്ദർഭത്തിൽ ഇവർ പറയാണ്, വമാ ഉപരി നഫ്സി, ഞാൻ അങ്ങനെ തെറ്റൊന്നും ചെയ്യാത്ത, എല്ലാ തെറ്റുകളിൽ നിന്നും ഒഴിവായ ഒരു നിരപരാധിയാണ് ഞാനെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഇന്ന നഫ്സ അമ്മാറത്തും ബിസു, മനസ്സങ്ങനെയാണ്. മനസ്സിനെ സ്വാഭാവികതക്ക് വിട്ടാൽ മനസ്സ് തെറ്റ് ചെയ്യാനേ നമ്മളോട് പറയുള്ളൂ. മനസ്സിനെ സ്വാഭാവികതക്ക് വിട്ടാൽ മനസ്സെന്താകും? തെറ്റ് ചെയ്യാനാണ് മനുഷ്യനോട് പറയാം. നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് മനസ്സിക്ക് കൊണ്ടുവരിക. ആ തെറ്റിനുള്ള അവസരങ്ങളാണ് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ആ ശൈത്താൻ അൽ ഫദ്ദറിന് ഒറ്റയ്ക്കിരുന്നോ ശൈത്താൻ വരുന്നറിന്. അങ്ങനെയുള്ള മനസ്സിന്റെ സ്വാഭാവികത അതാണ്. എന്തെങ്കിലും തിന്മകൾക്കുള്ള അവസരങ്ങളെ കുറിച്ചാണ് മനസ്സ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതികഠിനമായി മനസ്സ് തിന്മക്ക് കൽപ്പിക്കുന്നതാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇല്ലാമാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം, എൻ്റെ റബ്ബ് അനുഗ്രഹിച്ചവരൊഴികെ. പടച്ചോന്റെ കാരുണ്യം കൊണ്ടാ സുഹൃത്തുക്കളെ തെറ്റുകൾ ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന റബ്ബി ഗഫൂറുർ റഹീം, എൻ്റെ റബ്ബ് എല്ലാ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്നാണ്. അപ്പൊ ഈ തെറ്റുകൾ, നമ്മുടെ സ്വന്തം ജീവിതത്തിലെ തെറ്റുകളോട് സമരം ചെയ്യാൻ, യുദ്ധം ചെയ്യാൻ, അതിനെ കീഴ്പ്പെടുത്താൻ, അതിനെ വിജയിക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ് നോമ്പിന്റെ ലക്ഷ്യം. അത് ഈ റമളാനുക്ക് എന്ത് ചെയ്യണം? റമളാന്റെ മുമ്പ് ചെയ്ത എന്തെങ്കിലും ഹറാമുകൾ റമളാനുക്ക് നമ്മൾ തുടരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് നമുക്ക് അനുകൂലമായൊരു കാര്യമല്ല. എന്നാൽ ഞാൻ പറഞ്ഞ ഈ ഒരു വിജയം നേടാനുള്ള എല്ലാ സാഹചര്യവും റമളാനിലുണ്ട്. ഒന്ന്, പിശാചിന്റെ കാര്യത്തിലൊരു നിയന്ത്രണം നമുക്ക് എന്ത് ചെയ്യും കിട്ടും. ഷെയ്ത്താന്റെ ഒരു പ്രത്യേകത എന്താ? ഷെയ്ത്താനെ കുറിച്ച് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും വ്യക്തമായ വിശദീകരണം എന്താന്ന് ചോദിച്ചാൽ, 100% നമുക്ക് അപകടകരമായ ഒരു കാര്യത്തെ അപകടകരമല്ലെന്ന് വരുത്തി തീർത്ത് നമ്മളെ അതിലേക്ക് ഇറക്കി വിടും. എല്ലാ തിന്മകളും ചെറിയ ഒരു സെൻസ് ഉപയോഗിച്ച് നമ്മൾ ചിന്തിച്ചാൽ അത് അപകടകരമാണെന്ന് മനസ്സിലാവും. നിങ്ങൾക്കറിയാം, എത്രയോ സ്ത്രീകൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ അവിഹിതങ്ങളിൽ പെട്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങൾ ഇന്നത്തെ പത്രം എടുത്തൊന്ന്, എത്രയോ സ്ത്രീകൾ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് അവിഹിതങ്ങളിൽ പെട്ടിട്ട്. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ, സ്വന്തം മക്കളിട്ട് പോയ ആളുകൾ, അതേപോലെ നല്ല ജോലിയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകൾ എന്താണ്, ഏതെങ്കിലുമൊക്കെ ഒരു ഗതിയില്ലാത്ത ഏതെങ്കിലുമൊക്കെ ഫ്രോഡായിട്ടുള്ള ആൾക്കാരെ കൂടെ ബന്ധങ്ങൾ ഉണ്ടാക്കി പോയി ജീവൻ നഷ്ടപ്പെട്ടു പോയ എത്രയോ സ്ത്രീകളുണ്ട്. നമ്മൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിചയവും ഇല്ലാത്ത, ഒരു ബന്ധവും ഇല്ലാത്ത, ഏതോ ലോകത്ത് കിടക്കുന്ന, അയാൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും അറിയാത്ത ഒരാളെ കൂടെ എന്ത് ചെയ്യാണ്? രാത്രിയെന്നോ പകലെന്നോ അസമയമെന്നോ എന്നൊന്നും നോക്കാതെ ഇറങ്ങിപ്പോകാൻ ഒരിക്കലും പറ്റൂല. ഒരു നോർമലായ ഒരു സ്ത്രീക്ക് പറ്റൂല. പക്ഷെ അത് സാധ്യമാകുന്നതാണ്. കുറഞ്ഞൊരു സമയത്തെ ഇടപെടലുകളെ കൊണ്ട് പിശാചിന് പറ്റും. അതിന് വർഷങ്ങളും മാസങ്ങളൊന്നും വേണ്ട. മാസങ്ങളൊന്നും അതിന് ആവശ്യമില്ല. കുറഞ്ഞൊരു സമയം കൊണ്ട് പറ്റും. അതാണ് പിശാചിന്റെ ശക്തി. നിങ്ങൾക്കറിയോ, ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആന് കാണാൻ പറ്റും. ഈ ബദർ യുദ്ധം നടക്കുമ്പോൾ ശരിക്കും എന്താന്ന് ചോദിച്ചാൽ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റുമുട്ടാനുള്ള നല്ലൊരു പേടി ശരിക്ക് ആ മക്കക്കാരായ ആളുകൾക്ക് ഉണ്ട്. പല കാരണങ്ങളെ കൊണ്ടുണ്ട്. പക്ഷെ എന്താ പറയുക, അവരിങ്ങനെ പിൻവാങ്ങാൻ നിൽക്കുമ്പോൾ ശൈത്താൻ എന്ത് ചെയ്തു വെച്ചാൽ, ഇന്ന് നിങ്ങൾ യുദ്ധം ചെയ്യില്ല, നിങ്ങൾക്ക് നഷ്ടമാണ്. കാരണം ഇന്ന് നിങ്ങൾ എന്തായാലും ജയിക്കും, ഇന്ന് നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റൂല. അങ്ങനെ പറഞ്ഞ് ഓരോ മോട്ടിവേറ്റ് ചെയ്ത് അവരെന്ത് ചെയ്യണം? നിങ്ങളെ യുദ്ധത്തിലേക്ക് എത്തിക്കണം. ഖുർആൻ ഞാൻ ആയത്ത് വായിക്കാം. അവിടെ പ്രവർത്തനങ്ങളെ പിശാച് അവർക്ക് അലങ്കാരമായി കാണിച്ചു കൊടുത്തു. ഇന്ന് ജനങ്ങളിൽ നിങ്ങൾ ആരും തോൽപ്പിക്കൂല, ഈ യുദ്ധത്തിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റൂല എന്നാണ്. ഞാൻ നിങ്ങളെ സഹായിക്കാനുള്ള ആളാണ്, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ്. എന്നിട്ട് എന്താ നിങ്ങൾ ആ യുദ്ധം വരുന്നത് വരെ ഈ ഉത്ബോധനം നടത്തിക്കൊണ്ടേയിരുന്നു. ആ യുദ്ധത്തേക്ക് ഈ സാധുക്കൾ ഇറങ്ങുന്നത് വരെ അവൻ ഈ വർത്തമാനം പറഞ്ഞു. എന്നിട്ടോ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊപ്പുണ്ട് എന്ന് പറഞ്ഞ ശൈത്താൻ നേരെ പിന്നിലേക്ക് നിന്നിട്ട് അവൻ പറഞ്ഞ കാര്യം എന്താ അറിയോ? നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നത്. മലക്കൾ ഇറങ്ങി,
വിശ്വാസികളെ സഹായിക്കുന്നത് ശരിക്കും പിശാച് നേർക്ക് നേരെ നോക്കി കാണുകയാണ്. മനുഷ്യനെ കാണാൻ പറ്റാത്തതുള്ളൂ, മലക്കാൾ വരുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ശൈത്താൻ ശരിക്കും കാണുകയാണ്. കണ്ടപ്പോൾ എന്ത് ചെയ്തു? നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നു, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ബദറിൽ നിന്നും പിശാച് പിൻവാങ്ങുകയാണ് ചെയ്യുന്നത്. എല്ലാ തിന്മകൾക്കും നമ്മുടെ കൂടെ നിന്ന് നമ്മൾ അതിൽ പെടുത്തിക്കളഞ്ഞാൽ, അതിൽ കുടുക്കിക്കളഞ്ഞാൽ ഹന്നാസ് അവരൊന്നും അറിയാത്തവനായി പുറകോട്ടേക്ക് പോകും. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ പിശാച് ബന്ധിക്കപ്പെടുന്ന, ഈ പിശാചിൻ്റെ പ്രചോദനങ്ങൾക്ക് കുറവ് വരുന്ന ഈ റമദാനിൽ ഒരു പക്ഷേ നമുക്ക് തീരുമാനിക്കുന്ന ഏത് തിന്മകളിൽ നിന്നും നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റും. പല പ്രചോദനങ്ങളുണ്ട് മനുഷ്യനെ തിന്മ. ഞാനിപ്പോൾ ഈ റമദാനക്ക് അയാൾ ഹദീസ് നിഷേധിക്കുന്ന ആളാണ്, ഒരു ഇസ്ലാമിക യുക്തിവാദിനെ അയാളെ പറ്റി വേണമെങ്കിൽ പറയാൻ പറ്റും. ചേകനൂർ മൗലവിനേക്കാളൊക്കെ എത്രയോ മേലെയാണ് ജനങ്ങളിൽ വസ്വാസം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അയാൾ. ഞാൻ വ്യക്തിൻ്റെ പേര് ഞാൻ പറയണില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ റമദാൻ വന്നപ്പോൾ ഉണ്ടാവുമല്ലോ, റമദാനക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് കണ്ട് എത്ര സമർത്ഥമായിട്ടാണ് ജനങ്ങളെ നന്മകളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ആലോചിക്കണം. അയാൾ പറയണത് എന്താ വെച്ചാൽ, വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ മാനവൻ്റെ മോചനത്തിന് വേണ്ടി വന്നൊരു മഹൽ ഗ്രന്ഥമാണ്. ശരി തന്നെയല്ലേ? അത് ഖുർആൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മോചിപ്പിക്കാൻ വന്ന ഒരു ദൈവിക ഗ്രന്ഥമാണ്. അപ്പോൾ ഒരു ഭയങ്കര മൗലവിയും ദീൻ്റെ വലിയൊരു ആളായിട്ടാണ് അയാളുടെ പ്രസംഗം തുടങ്ങുന്നത്. അയാളെ പറഞ്ഞാൽ തരും എന്താണ് ഖുർആൻ്റെ ലക്ഷ്യം. ഖുർആൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഹുദൽ ലിന്നാസ് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗം കാണിച്ചു കൊടുക്കലാണ് ഖുർആൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്ത് ചെയ്യണം? ഏത് ഗ്രന്ഥമാണെങ്കിലും ഏത് പുസ്തകമാണെങ്കിലും അതിൻ്റെ കണ്ടന്റ് മനസ്സിലാക്കലാണ് അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ കണ്ടന്റ്. അപ്പം എന്തില്ല, ഖുർആൻ ഇങ്ങനെ റമളാനക്ക് വെറുതെ നോക്കി ഓതിങ്ങാട്ട് നിങ്ങൾക്ക് വെറുതെ ഒരു കാര്യം അതുകൊണ്ടില്ല എന്നാണ്. ഖുർആൻ നോക്കി ഓതിയിട്ട് ഒരു കാര്യമില്ല. ഖുർആൻ എന്ത് ചെയ്യണം? അർത്ഥം പഠിച്ചെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ എന്നാണ്. ഇതിപ്പോൾ അർത്ഥം പഠിക്കാൻ വേണ്ടി പറയാനാണ് വിചാരിച്ച് അല്ല. ഏറ്റവും അധികം ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു മാസമാണ്. ആ പാരായണം മുടക്കാനാണ് ഒന്നാമത്തെ നോമ്പിൻ്റെ അന്ന് അയാൾ പോസ്റ്റ് ഇട്ടത്. അപ്പൊ അത്യാവശ്യം ഒരു അന്തൊന്നുമില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? അത് ശരിയാണല്ലോ എന്ന് വിശ്വസിക്കൂലേ? എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഖുർആന് ഫാത്തിഹ സൂറത്ത് എല്ലാ നിസ്കാരത്തിലും ഓതും. ഒരു ദിവസം 17 വട്ടം ഫാത്തിഹ സൂറത്ത് ഓതും. അത് ഈ ഫാത്തിഹ സൂറത്തിന്റെ കണ്ടന്റ് കിട്ടാനാ? നമ്മളിങ്ങനെ എല്ലാ നിസ്കാരത്തിലും ഫാത്തിഹ സൂറത്ത് 17 വട്ടം ഓതുന്നത് ഫാത്തിഹ സൂറത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെ നമുക്ക് ഓർമ്മിക്കാനും പറയാനും വേണ്ടിയാണ്. അവിടെ പാരായണത്തിനാണ്. അപ്പൊ ഒരാൾക്ക് ഫാത്തിഹ സൂറത്തിന്റെ എല്ലാം ഉള്ളടക്കം അറിയാം. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാനത് ഓതണ്ടില്ല വിചാരിച്ച് ഒരു നിസ്കാരത്തിൽ അയാൾ ഫാത്തിഹ ഓതിയില്ലെങ്കിൽ എന്തേക്കാരം? അതൊക്കെ നിസ്കാരമില്ല. ഈ ഓതുക എന്ന് പറഞ്ഞാൽ അത് വെറും അതിൻ്റെ ഒരു ആശയവും അർത്ഥവും കിട്ടാൻ വേണ്ടി മാത്രമല്ല, അതായത് വിശുദ്ധ ഖുർആന്റെ മഹത്വമാണ്, അതിനെ ആദരിക്കലാണ്, ബഹുമാനിക്കലാണ്. അതുകൊണ്ട് കാണിക്കുന്ന ഒരു ആദരവാണ് ഇതിനെ പറയുന്നത്. അതുകൊണ്ട് അലിഫ് നോദിയാൽ 10 കൂലി കിട്ടും, ലാം നോദിയാൽ 10 കൂലി കിട്ടും, മീം ഓതി 30 കൂലി കിട്ടും. അലിഫ് ലാമീം നോദിയാൽ എത്ര പ്രതിഫലം! റസൂലുള്ളാഹിക്ക് ഓതി, നബി ഓതിയില്ലേ? ഓതി. നബിക്ക് ജിബ്രീൽ ഓതി കൊടുത്തില്ലേ 30 ജുസും? അടുത്ത് വന്ന് റമദാനിക്ക് ഓതി കൊടുത്തില്ലേ? വിശുദ്ധ റമദാനിൽ ഖുർആന്റെ പാരായണം അത്രയും ശ്രേഷ്ഠമായ കാര്യമാണ്. അതിനെ വസ്വാസാക്കാനാണ് ഇപ്പോൾ ഈ ഭയങ്കര പ്രഭാഷണം, ഖുർആന്റെ മഹത്വമൊക്കെ പറഞ്ഞു വന്നത്. അപ്പോൾ എത്ര ആളുകൾ ജനങ്ങളെ വസ്വാസാക്കി തിന്മകളിലേക്ക് കൊണ്ടുപോകാനുള്ള ധാരാളം ശ്രമങ്ങൾക്കിടയിൽ നിന്നാണ് നമ്മൾ നമ്മുടെ നന്മകളെ എന്ത് ചെയ്യുന്നുണ്ട്? നിലനിർത്തേണ്ടത്. ഞാൻ പറഞ്ഞത് വ്യത്യസ്തമായ പ്രചോദനങ്ങൾ നമ്മളെ തിന്മയിലേക്ക് കൊണ്ടുപോകാനുണ്ട്. പിന്നെ നമ്മൾ ആൾക്കാരെ കാണുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു തീന്മേശയ്ക്ക് മുന്നിൽ ഇരിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ ഈ ഭക്ഷണം നിയന്ത്രിക്കുന്ന ഒരാളെ നമ്മൾ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടേക്കാണ്. മനസ്സിലായി? അപ്പോൾ അത് ആളുകൾ ചെയ്യണില്ല എന്ന് വിചാരിച്ചിട്ട് അത് ശരിയല്ലാതെ വെക്കും. ആളുകൾ ചെയ്യേണ്ടതാണോ ശരി? ഇൻ തുത്തി അക്സർ മൻഫില്ലാർന്ന്, ഭൂമിയിലെ ഭൂരിപക്ഷത്തെ നീ അനുസരിക്കുകയാണ് യുള്ളിലൂക്കാൻ സബീലില്ല, അള്ളാഹിന്റെ മാർഗത്തിൽ ഭൂരിപക്ഷത്തെ നമ്മൾ നോക്കണം. നമ്മൾ ശരിയെക്കുറിച്ചാണ് നോക്കുന്നത്. മനസ്സിലായില്ലേ? ആ ശരി ഏതാണോ ആ ശരി നമ്മൾ പിൻപറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ നോമ്പ് ഒരു മാറ്റത്തിൻ്റെ നോമ്പാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകളിൽ നമുക്ക് മാറി നിൽക്കാൻ യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് പറ്റും. ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറഞ്ഞാൽ ഖുർആൻ തന്നെയാണ്. ഏറ്റവും വലിയ പ്രചോദനം ഖുർആനാണ്. ഞാൻ വെറുതെ പറയല്ല കേട്ടോ. ഒരു പക്ഷേ നമ്മൾ ഈ പറയുന്ന ലൈവ് പിന്നെ ഈ പ്രഭാഷണമൊക്കെ ചിലപ്പോൾ ആളുകൾ ഇനിയും പിന്നെ കേട്ടേക്കാം, നമ്മളല്ലാത്ത ആൾക്കാരും കേട്ടേക്കാം. പക്ഷെ നിങ്ങൾ ഇന്നിവിടെ വന്ന് നോമ്പ് നോറ്റ് വളരെ ബുദ്ധിമുട്ടി ഇവിടെ വന്ന് ഈ ക്ലാസ് കേൾക്കുന്നതിൻ്റെ ഗുണം, മരണം വരെ നിലനിൽക്കുന്ന ഗുണം ഒരു പക്ഷേ ഈ ക്ലാസ്സുകളിൽ നിന്ന് ഉണ്ടാവും. മരണം വരെ നിലനിൽക്കുന്ന ഗുണം അത് നമ്മുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യുന്ന, മാറ്റുന്ന പോയിന്റുകളായിരിക്കും. അതെന്തുകൊണ്ടാണ് അറിയുന്നത്? അത് വിശുദ്ധ ഖുർആൻ ആവുന്നതുകൊണ്ടാണ്. ഖുർആൻ അങ്ങനെ ഒരു ശക്തി ഉണ്ട്. وإنه لتذكرة للمتقين وإنا لنعلم أن منكم مكذبين وإنه لحسرة على الكافرين وإنه لحق اليقين وإنه لحق اليقين.
അത് ഉറച്ച യാഥാർത്ഥ്യമാണ്, ഉറച്ച സത്യമാണ്, അത് ഉത്ബോധനമാണ്. അതിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങൾ നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുക നമ്മൾ വളരെ പ്രധാനമായുള്ളൊരു കാര്യമാണ്. ഇതിന് ശേഷം ഈ പ്രസംഗത്തിൽ പറയണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്ന 3 കാര്യങ്ങളിൽ ഒന്നാണ്, നമ്മൾ പുറത്തൊരു പരിഭാഷ വിൽക്കുന്നുണ്ട്, പിന്നെ ഇമാം നാസിർ സയദിൻ്റെ ഒരു പരിഭാഷ. ഞാനത് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, അറബിയിൽ ഖുർആന് നൽകിയൊരു വ്യാഖ്യാനം വായിക്കുക എന്നുള്ളത് ഒരു സ്വപ്നമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അറബിയിൽ എഴുതപ്പെട്ട ഖുർആന്റെ ഒരു തഫ്സീർ പൂർണ്ണമായി വായിക്കാം, ആദ്യം മുതൽ അവസാനം വരെ വായിക്കാം. സുഹൃത്തുക്കൾ, അതൊരു വലിയ കാര്യമാണ്. ഒന്ന്, അറബി അറിയുന്ന ഒരാൾക്ക് ഖുർആനിനെ കുറിച്ച് പറയാൻ പറ്റുന്ന പോലെ വേറൊരാൾക്ക് പറയാൻ പറ്റൂല. അത് പല തഫ്സീറുകളും നമുക്ക് മലയാളത്തിൽ ലഭ്യമാണെങ്കിലും അതൊക്കെ ഈ തഫ്സീറുകളിൽ നിന്ന് എടുത്ത ആശയങ്ങളെ സംയോജിപ്പിച്ചതാണ്. എന്നാൽ നമ്മൾ പൂർണ്ണമായും ഒരു ഖുർആൻ ഉൾക്കൊണ്ട ഒരു പണ്ഡിതന്റെ തഫ്സീർ പൂർണ്ണമായി വായിക്കണം നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരമാണ് ഇമാം നാസിർ സഅദിയുടെ ഖുർആൻ പരിഭാഷ. അത് എന്താണ്, മലയാളത്തിലേക്ക് പൂർണ്ണം ഒരു അക്ഷരം വിടാതെയാണ്. ആശയവിവർത്തനം എന്നും പറയാൻ പറ്റില്ല, തികച്ചും അതിൻ്റെ ഓരോ സെൻറ്റൻസുകളും തന്നെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത്. അതുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെ മലയാളത്തിൻ്റെ ഒഴുക്കിന് ഒരു പക്ഷേ ചെറിയ പ്രയാസം ഉണ്ടാകുമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വായിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ അവസാനത്തെ 3 ജുസുവിൻ്റെ പരിഭാഷയാണ് ഇപ്പോൾ ഇറങ്ങിയത്. നമുക്ക് പുറത്ത് കൗണ്ടർ കിട്ടും, അത് ചിലവാകാനോ വാങ്ങാനൊന്നുമല്ല. ഞാൻ പറഞ്ഞത് മുഴുവനും ഇൻഷാ അല്ലാഹ് ആയുസ് ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് എന്ത് ചെയ്യും, ഇറങ്ങും. വളരെ കുറച്ച് ഭാഗങ്ങളും കൂടി ഇനി എഴുതി പൂർത്തിയാക്കാനുള്ളൂ, അത് പൂർണ്ണമായിട്ട് ഇറങ്ങും. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു നീയത്ത് വെച്ച് ഖുർആനിൻ്റെ ഒരു തഫ്സീർ, അറബിയിലുള്ള ഒരു തഫ്സീർ പൂർണ്ണമായും വായിക്കാൻ വിചാരിച്ചാൽ അത് നടക്കും. ഞാൻ അതിൻ്റെ ഗുണം ചെറുതല്ല, കാരണം അത് പരിഭാഷപ്പെടുത്തുമ്പോൾ അതിൻ്റെ ആശയങ്ങൾ കേൾക്കുമ്പോഴും അറിയുന്നത് കൊണ്ട് ഞാൻ പറയാണ്, അത് നമ്മൾ വായിച്ചിരിക്കണം. നിങ്ങൾ വെറുതെ അത് എടുത്തിട്ട് സൂറത്തുൻ നാസ് ഉണ്ടല്ലോ, സൂറത്തുൻ നാസ് ഏറ്റവും അതിൻ്റെ മാത്രം ഒരു മിനിറ്റ് വേണ്ട വായിക്കാൻ, അതിൻ്റെ ആ തഫ്സീർ ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക നിങ്ങൾ. അത് നമുക്ക് തരുന്ന അറിവും ഉത്ബോധനവും അത് ഭയങ്കരമായ ഒരു സ്വാധീനമാണ്. വിശുദ്ധ ഖുർആൻ കൊണ്ടേ മാറുള്ളൂ. അതുകൊണ്ട് റമദാനും ഖുർആനും തമ്മിലുള്ള ബന്ധം, ഖുർആനുമായി നമ്മൾ എത്ര ബന്ധപ്പെടുന്നുവോ അതിനനുസരിച്ചുള്ള മാറ്റം നമുക്ക് എന്ത് ചെയ്യും, ഈ സന്ദർഭത്തിൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ മാറാൻ എന്തൊക്കെ മനുഷ്യന് തടസ്സങ്ങളുണ്ടോ അതൊക്കെ നീക്കി കൊടുത്തുകൊണ്ടാണ് അള്ളാഹു പിന്നെ റമദാനിനെ സംവിധാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു തെറ്റ് ചെയ്യുന്ന ഒരാളോട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ, ഞാനൊക്കെ ഇപ്പം ഇനി നന്നായിട്ട് എന്താ കാര്യം, ഞാൻ അതിനാത്രം ചെയ്തിട്ടുണ്ട് എന്നല്ലേ ഒരാൾ പറയാം, അല്ല അങ്ങനെയല്ലേ തോന്നുക? ഇത്രമാത്രം തെറ്റൊക്കെ ചെയ്ത ഒരാൾക്ക് ഇനി മാറാൻ പറ്റുമെന്നാണ്. സത്യത്തിൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിൽ 53-ാമത്തെ ആയത്ത് നമുക്കൊക്കെ പരിചയമുണ്ട്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. എൻ്റെ തെറ്റുകൾ കണക്കില്ലാതെ ചെയ്തു പോയ എൻ്റെ അടിമകളോട് പറയണമെന്നാണ്. ഞാൻ നിസ്കാരവും നോമ്പും ഒരു പരിപാടി ഇല്ലാതെ എല്ലാ വഴിയും വിട്ട് നടക്കുന്ന ഒരുത്തനോട് അള്ളാഹു പറയാൻ വേണ്ടി പറയാം. എന്താ പറഞ്ഞത്? ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, ഇന്റെയൊക്കെ പുറത്ത് കിട്ടി എനിക്കിനി സ്വർഗത്തിൽ പോകാൻ പറ്റുമോ എന്ന് സംശയിച്ച് നിൽക്കേണ്ട കാര്യമില്ല, നിരാശപ്പെടേണ്ട കാര്യമില്ല എന്നാണ്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅൻ, അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നതാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും അങ്ങേയറ്റം കരുണ. ഇതെന്തിനാ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ തഫ്സീർ വായിച്ചാൽ കാണാൻ പറ്റും. എന്തിനാന്ന് വെച്ചാൽ വതഖൂലു, നിങ്ങൾ പറയുന്നു അത് കസ്റത്ത് ദുനൂബുന, ഓ ഞങ്ങൾ കണക്കില്ലാതെ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നു. വതറാക്കമത്തു ഉയൂബുന, ഞങ്ങളുടെ തകരാറുകളും ഞങ്ങളുടെ ന്യൂനതകളും കൊണ്ട് അതും അട്ടിക്കട്ടിക്കായി മേൽക്ക് മേലെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫലൈസ ലഹാ ത്വരീഖുൻ, ഞങ്ങളുടെ മുന്നിൽ ഇനി അതൊന്നും നീക്കിക്കളയാൻ ഒരു വഴിയില്ല, ഇനി നന്നാകാൻ നമുക്ക് അവസരമില്ല എന്ന് പറഞ്ഞടക്കുന്ന ചില ആൾക്കാരുണ്ട്. എന്നിട്ട് അവരെന്ത് ചെയ്യും? ബിസബബി ദാലിക് മുസ്രിറീന അലൽ ഇസ്യാൻ, ആ ചിന്ത കൊണ്ട് അവരെന്ത് ചെയ്യും? ഇനി എന്തായാലും മരിക്കോളം ഈ തെറ്റ് തന്നെയാണ് പോവുക, ഇനിയാണ് കള്ളുടിച്ചാൽ മരിക്കുക, ഇനി നിസ്കരിക്കാതെ മരിക്കുക, ഇനി തോന്നിയാസം ചെയ്താൽ മരിക്കാം എന്നാണ് അവസാനം അവർ തീരുമാനിക്കുക എന്നാണ്. എന്നാൽ അവരോട് അള്ളാഹു പറയാണ്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും മനസ്സിലാക്കണം. അള്ളാഹു എല്ലാ തെറ്റുകളും പൊറുക്കും. ശിർക്ക് പൊറുക്കും, വൽ ഖത്ലി കൊലപാതകം പൊറുക്കും, വസ്സിന വ്യഭിചാരം പൊറുക്കും, വറിബ പലിശ പൊറുക്കും, വല്ലുൽം എല്ലാ അക്രമങ്ങളും പൊറുക്കും. വ്യഭിചരിച്ചു പോയല്ലോ അതുകൊണ്ട് ഇനി നരകം തന്നെയല്ലേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കേണ്ട. ഒരു കൊലപാതകം സംഭവിച്ചു പോയല്ലോ, അള്ളാഹു ആരോടാണ് ഈ പറയുന്നത് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ നിരാശപ്പെടേണ്ട. എന്തിനാണ് ഈ പാപങ്ങൾ പൊറുക്കുമെന്ന് പറയുന്നത്? എനിക്ക് തിരിച്ചു വരാനുള്ള പ്രചോദനം ഉണ്ടാകണമെങ്കിൽ ഞാൻ ചെയ്തത് പരിഹരിക്കുന്നു വരണം. അതുകൊണ്ട് നോമ്പിനെ കുറിച്ചുള്ള ഹദീസ് നോക്കൂ നിങ്ങൾ. മൻസ്വാമ റമളാന ഈമാനം വക്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അള്ളാഹു വാഗ്ദാനം ചെയ്യണേ ഈ റമളാനിക്കൽ നന്നായിക്കോ, കഴിഞ്ഞതൊക്കെ പുറത്തേരാണ്. അത് ചില്ലറ ഓഫറല്ല. ഈ റമളാൻ മുതൽ നന്നായിക്കോ, കഴിഞ്ഞതൊക്കെ പുറത്തേരാം. മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി.
നമുക്ക് നിരാശക്ക് അർഹതല്ല, അവകാശമല്ല. അത്ര വലിയ ഓഫറാണ് അള്ളാഹു പാടുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മാറണം എന്താകണം നമ്മൾ ലക്ഷ്യം. അത് മാറാൻ എന്ത് വേണം, എവിടെയൊക്കെ മാറണം എന്നതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഗൗരവമായി ചിന്തിക്കാനും മാറാനുമുള്ള ഒരു സന്ദർഭമാണിത്. ഞാൻ പറഞ്ഞല്ലോ, റമദാൻ കൊണ്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതിനെ ചുരുക്കി പറയുമ്പോൾ സ്വർഗം നേടുക, നരകത്തിൽ രക്ഷപ്പെടുക. അത് നേരത്തെ സാദിഖ് മദീനി സംസാരിച്ചപ്പോൾ പറഞ്ഞു, അത്താക്കും റമദാൻ ഷഹ്റും മുബാറക്, നന്മകളേറെ നേടാൻ പറ്റുന്ന മുബാറക്കായ മാസം നിങ്ങൾക്കിതാ വന്നിരിക്കുന്നതാണ്. ഫറദല്ലാഹു അലൈക്കും, ഫറദല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമ, അള്ളാഹു നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നതാണ്. എന്താണ്? തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുന്നതാണ്. സ്വർഗം തുറക്കാനും നരകത്തിന്റെ വാതിൽ അടക്കപ്പെടാനും, ഇതുവരെ നരകത്തിന്റെ അവകാശിയായ ഒരാൾ സ്വർഗത്തിലേക്ക് നീങ്ങാൻ അവസരം കിട്ടുന്ന ഏറ്റവും മഹത്തായ അവസരമാണ് യഥാർത്ഥത്തിൽ ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, നമ്മൾ നിസ്സാരമായി കാണരുത്. അള്ളാഹുവിനെ കുറിച്ചും അവൻ്റെ കഴിവിനെക്കുറിച്ചും നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് ചെയ്യാൻ കഴിയാത്തതൊന്നുമില്ല. ആ വിശ്വാസം മാത്രം മതി എന്ത്, സ്വർഗവും നരകവും കബർ ശിക്ഷയൊക്കെ വിശ്വസിക്കാൻ. അള്ളാഹു ഈ മഹാപ്രപഞ്ചത്തേക്ക് സൃഷ്ടിച്ച കുൻ ഫയക്കുൻ എന്ന് പറയുമ്പോൾ എന്തും ഉണ്ടാക്കാൻ കഴിയുന്ന അള്ളാഹു സ്വർഗവും നരകവും എല്ലാം ഉഇദ്ദത്തിൽ മുത്തഖീൻ, അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ ആ രണ്ടിലൊരിടമുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. ഒരിക്കലും ഒരു സെക്കൻഡ് പോലും അനുഭവിച്ച് നിൽക്കാൻ പറ്റുന്നതല്ല ഖബറിലെയോ പരലോകത്തെയോ ശിക്ഷ. അതുകൊണ്ട് ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ വേണം. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത സ്വർഗത്തിലേക്ക് എത്താനുള്ള എൻ്റെ ഏറ്റവും നല്ല ഒരവസരമാണ് ഒരു റമദാനിലും കൂടെ കിട്ടിയ ആയുസ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച്, ഭക്ഷണം ഒന്ന് ക്രമീകരിച്ച്, ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഭക്ഷണം ഒന്ന് ക്രമീകരിച്ച് നോമ്പിൻ്റെ ശരിയായ ആസ്വാദനം നമുക്ക് ലഭിക്കുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നോമ്പിനെ ക്രമീകരിച്ച് ഒരു പുതിയ മാറ്റത്തിന് നമ്മൾ തയ്യാറാവണം. ഒരു പ്രതീക്ഷ നമുക്കുണ്ടല്ലോ, നമ്മൾ ശിർക്കില്ലാത്ത ആൾക്കാരാണ്. ഷിർക്കാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഷിർക്കില്ല. ഇപ്പോൾ ഈ ഇരിക്കുന്ന നമ്മുടെ ആരുടെയെങ്കിലും കയ്യിലോ കാലിലോ ഒരു ചരടോ ഒരു ഏലസോ ഒരു ഉറുക്കോ നമ്മൾ ആരും ധരിച്ചിട്ടില്ല. തൗഹീദിനെ പരിശുദ്ധമായി കാണുന്ന ആളുകളാണ് നമ്മൾ. അള്ളാഹു തരാത്തൊരു കാര്യം ആർക്കും തരാൻ പറ്റൂല. അള്ളാഹിനേക്കാളും വലിയൊരാളുണ്ടെങ്കിലല്ലേ അള്ളാഹ് തടുത്തൊരു കാര്യം വാങ്ങിത്തരാൻ പറ്റുള്ളൂ. അള്ളാഹു തന്നൊരു കാര്യം തടുക്കാനും ആർക്കും പറ്റൂല. അതുകൊണ്ട് അള്ളാഹുവോട് ചോദിച്ചാൽ എല്ലാം കിട്ടും എന്ന്, അള്ളാഹുവോട് ചോദിച്ചാൽ നമുക്കെന്തും കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാൻ ഈ അടുത്തൊരു സംഭവം കേട്ടു, പലപ്പോഴും നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവമായിട്ട് പറഞ്ഞു. ഒരു സാധുവായ രോഗിയായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് സാമ്പത്തികമായ കഴിവുകളൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ, അയാൾക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം, ഒരു അഭിലാഷമാണ് എന്താ പറയുക, ഒന്ന് മക്കത്ത് പോകണം എന്നുള്ളത്, ഒരു ഉംറ ചെയ്യണം, ഒരു ഹജ്ജ് ചെയ്യണം എന്ന ആഗ്രഹം. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല. കാരണം ഒരു 10-20 കൊല്ലം മുമ്പ് ഒരു മേജർ സർജറി നടന്ന് ആരോഗ്യപരമായ അവശനാണ്. ഒരാളെ സഹായത്തോടെ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഒരിക്കലും 1,00,000 രൂപയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. അങ്ങനെ അദ്ദേഹം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു ദിവസം അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ, കുറച്ച് സംസമൊക്കെ എടുത്ത് കുടിച്ച് ആത്മാർത്ഥമായിട്ട്, പടച്ചോനെ എനിക്ക് നീ ഒരു അവസരം തന്നേ പറ്റൂ എന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞു. ആ പ്രാർത്ഥിച്ച ദിവസം അദ്ദേഹം പറയാണ്, അന്ന് വൈകുന്നേരം അദ്ദേഹത്തിന് അതിനൊരു അവസരമുണ്ടായി. ഗൾഫിലുള്ള ഒരു അറബിയായ ഒരാൾ, പാവപ്പെട്ട ഒരാളെ ഉംറക്ക് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം അവിടെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളോട് പറഞ്ഞു. അയാൾ ആ വിവരം നമ്മുടെ നാട്ടിലൊരു വ്യക്തിയോട് പറഞ്ഞു. ആ വ്യക്തിയുടെ സെലക്ഷൻ ഇയാൾക്കാണ് എത്തിയത്. മനസ്സിലായി? അപ്പോൾ അയാൾക്ക് പോകണമെങ്കിൽ ഭാര്യ പോകണം, ഭാര്യയും കൂടി കൊണ്ടുപോകാൻ അയാൾ സമ്മതിച്ചു. അങ്ങനെ പോയി. ആ ഒരു സ്വപ്ന സാക്ഷാത്കാരമുണ്ടല്ലോ, ഒരു പ്രാർത്ഥന കൊണ്ട് നേടിയ ഒരു സ്വപ്ന സാക്ഷാത്കാരം. ചിലത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നത് നമ്മൾ അങ്ങനെ ചോദിക്കാഞ്ഞിട്ടാണ്. ജീവിതത്തിൽ അള്ളാഹുവോട് നമ്മുടെ ആഗ്രഹങ്ങളെ മനസ്സിൽ തട്ടി നമ്മൾ ചോദിച്ചാൽ അള്ളാഹു തന്നിരിക്കും. അത് അള്ളാഹ് പറഞ്ഞൊരു വാഗ്ദാനം. എങ്ങനെ ലംഘിക്കപ്പെടും? ഒന്നില്ലെങ്കിൽ ചോദിച്ചോടത്തുള്ള പ്രശ്നം, അല്ലെങ്കിൽ നമുക്കത് തരുന്നതിലുള്ള പ്രശ്നം വേണ്ടല്ലോ. ആ തരുന്നതിൽ പ്രശ്നം ഉണ്ടാവും. ആ തരുന്നതിൽ പ്രശ്നമുള്ള കാര്യമാണെങ്കിൽ ചോദിച്ചാൽ ഉണ്ടാവില്ല. ഈ പ്രേമത്തിലൊക്കെ ആയിട്ടുള്ള കാമുകന്മാരൊക്കെ തന്നെ കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. പലപ്പോഴും ആ വിവാഹങ്ങൾ അവർക്ക് അനുകൂലമല്ലെങ്കിൽ പടച്ചോൻ നടത്തൂല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഹറാമായ കാര്യങ്ങൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയാൽ ദോഷകരമായ കാര്യങ്ങൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ തരും. وَإِذَا سَأَلَكَ عِبَادِي أَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. നോമ്പിൻ്റെ ആയത്തിൻ്റെ ഇടക്കല്ലേ അത്. ഇദാ സഅലക ഇബാദി, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിക്കുക. എപ്പോഴാണ് ചോദിക്കുക? അള്ളാഹ് നമുക്ക് ആവശ്യമല്ലേ? അള്ളാഹുവിൽ നിന്ന് നേടേണ്ട കാര്യങ്ങൾക്ക് എനിക്കെങ്ങനെ നേടാൻ കഴിയും
എന്നതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ട് അന്വേഷിക്കുന്ന ആളോട് പറയണം കരീം, ഞാൻ അടുത്തുണ്ടല്ലോ. അടുത്തുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്താ? ലഭ്യമാണെന്നാണ്, എന്നെ പ്രാപ്യമാണ്, എന്നോട് പറയാൻ പറ്റും, ചോദിക്കാൻ പറ്റും, ഞങ്ങൾ അടുത്തുണ്ട്. എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം നൽകും. ഒരു നിബന്ധന അല്ലാഹു അവിടെ പറഞ്ഞിട്ടില്ല. ചോദിച്ചാൽ ഉത്തരം നൽകുന്നതാണ്, ചോദിച്ചത് അല്ലാഹു നൽകും. അതുകൊണ്ട് എൻ്റെ ആഹ്വാനങ്ങൾ ഞാൻ പറഞ്ഞ നിങ്ങൾ കേൾക്കും. അപ്പൊ അല്ല പറഞ്ഞ നമ്മൾ കേൾക്കുന്നുണ്ടോ? അല്ല പറഞ്ഞത് കേൾക്കാതെയാണോ നമ്മൾ ചോദിക്കുന്നത്? അള്ളാഹു പറഞ്ഞത് നമ്മൾ ചെയ്യണം. വൽയുഅ്മിനൂബി, എന്നിൽ അവൻ വിശ്വസിക്കട്ടെ, ലഅല്ലഹും യർശുദൂൻ, അവർ ശരിയായ മാർഗം കണ്ടെത്തും എന്ന് അള്ളാഹു പറയുന്നു. നമുക്ക് ഉറപ്പ് തരുന്ന കാര്യമാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവോട് ചോദിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ഏറ്റവും നല്ല അവസരങ്ങളാണ്. കിട്ടുമെന്ന ഉറപ്പോടുകൂടെ നമ്മൾ അള്ളാഹുവോട് ചോദിക്കാനും പ്രാർത്ഥിക്കാനും ഈ സന്ദർഭങ്ങളെയും ഈ സമയങ്ങളെയും ഏറ്റവും നന്നായി ഉപയോഗിക്കുക. അള്ളാഹുവോടാണ് പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹുവോടാണ് ചോദിക്കേണ്ടത്. അവൻ തരാത്തതാരും നമുക്ക് തരാനില്ല എന്നുള്ളതാണ്. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല സഹോദരങ്ങളെ. നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ സേവനം എന്നത് നിങ്ങൾ ആലോചിക്കേണ്ടത് ദഅവത്താണ്, ദീനിൻ്റെ പ്രബോധനമാണ്. ഈ റമദാൻ അതിന് ഏറ്റവും പറ്റിയ അവസരമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ക്ലാസ്സിന് വരുന്നതിനേക്കാളും പ്രധാനമാണ് നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ടുവരിക എന്നുള്ളത്. എത്ര വാഹനങ്ങളാണ് പുറത്ത് പാർക്ക് ചെയ്ത്, പക്ഷെ നമ്മൾ 2 ആളായിരിക്കും 5 ആൾ പോരുന്ന വാഹനത്തിൽ പോന്നിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ ഒരു അയൽവാസിനെ വിളിച്ച് 3 സീറ്റ് ഒഴിവുണ്ട്, ഞങ്ങൾ ക്ലാസ്സിന് പോവാട് പോരണം എന്ന് ചോദിച്ചാൽ പോരും. റമദാനിൽ ആളുകൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് ഉള്ളത്, നമ്മൾ ആരെയും. അതുകൊണ്ട് ദീനിലേക്ക് ആളുകളെ കൊണ്ടുവരാനും വിളിക്കാനുള്ള സമയം നമ്മൾ ലേണിംഗ് ക്ലാസ്സുകളിലേക്ക്, ഖുർആൻ ക്ലാസ്സിലേക്ക്, ജുമാക്ക് ഒക്കെ നമ്മൾ നിരന്തരം ആളുകളെ ക്ഷണിക്കണം. ഞാൻ പറയുന്നു, ആരെങ്കിലും നമ്മുടെ ക്ലാസ്സിനോ ജുമാക്കോ വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാൾ ക്ഷണിച്ചാണ് വന്നത്, ഒരാളിൽ നിന്ന് അറിഞ്ഞിട്ടാണ് വന്നത്. അറിയാതെ ആരും വരൂല. പ്രത്യക്ഷമായോ പരോക്ഷമായോ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഒന്നില്ലെങ്കിൽ ഒരു ക്ലിപ്പ് കിട്ടിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്ഷണം വന്നിട്ടുണ്ടെങ്കിൽ ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ടായിരിക്കും, ഒരു വിളി വന്നിട്ടുണ്ടായിരിക്കും. അല്ലാതെ ആരും വരൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും ക്ഷണിക്കണം. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എത്ര ആളുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരാളെ ക്ഷണിച്ചാൽ ഈ ഹാള് സ്ഥലം മതിയാവില്ലല്ലോ. അതുകൊണ്ട് ബോധപൂർവം അത് വിളിക്കാനൊരു വിഷമം ഉണ്ടാകണ്ട. റമദാൻ ആകുമ്പോൾ ഒരു നല്ല കാര്യം പറയുമ്പോൾ ആളുകൾക്ക് അത് പ്രത്യേകം സന്തോഷവും സ്വീകാര്യതയും ഉള്ളതാണ്. അതുകൊണ്ട് അടുത്ത റമദാൻ പ്രഭാഷണത്തിനും നമ്മൾ ക്ഷണിച്ച് ആളുകൾ എത്താൻ നിങ്ങൾ പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. നമുക്ക് ഏകദേശം 2-3 ലക്ഷത്തോളം രൂപ ചിലവ് വരും ഈ ഹാളിൽ. ഏകദേശം ഇതിവിടെയുള്ള ഈ പരിപാടി നടത്തി പോകാമെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഇത്രയൊക്കെ ചിലവാക്കേണ്ടതുണ്ടോ? ഈ വേനൽക്കാലത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വെച്ചാൽ, ഒരു AC ഇല്ലാത്തൊരു സ്ഥലത്ത് ഇത്രയധികം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റില്ല. ഇത്രയും അധികം ആളുകൾ ഇരിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്കൊരു AC ഉള്ള സ്ഥലത്തേ പറ്റുള്ളൂ. AC ഉള്ള ഒരു സ്ഥലത്ത് ഇത്രയധികം ആളുകൾക്ക് ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യും? അതിന് വേണ്ട നമ്മുടെ നാട്ടിൽ കൊടുക്കേണ്ട ഒരു ചിലവാണെന്ത് നമ്മൾ ഇതിന് കൊടുക്കുന്ന വാടക. എങ്കിലും ഇതിൻ്റെ മാനേജ്മെൻറ്റൊക്കെ സഹകരിച്ച് നമുക്ക് അത്യാവശ്യം നല്ലൊരു അവസ്ഥയിലാണ് തരുന്നത്. ഇനിയും ഇപ്പോൾ നമ്മൾ ഒരു വാടക എടുത്തിട്ടുണ്ടെങ്കിലും പൈസ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ഇനിയും നമുക്ക് ഇളവുകൾ ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ ചെറിയ ചെറിയ വിഹിതങ്ങൾ വഹിച്ചാൽ തന്നെ എന്ത് ചെയ്യും? നമുക്കിത് ഷെയർ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. സാധാരണഗതിയിൽ നമ്മൾ ഒരാൾക്ക് വരുന്ന മൊത്തത്തിൽ ഇത് വരുന്ന ഒരാൾക്ക് വരുന്ന വിഹിതം മൊത്തം ചിലവെന്ന് നമ്മൾ വഹിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പ്രയാസമില്ലാതെ ഈ ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റും. അതൊക്കെ ഒരാൾ വഹിക്കുമ്പോൾ മാത്രമേ ഒരു അമിതമായ ചിലവാകുന്നുള്ളൂ. നമ്മൾ ഓരോരുത്തരും ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ. അതുകൊണ്ട് നിങ്ങളുടെ റമദാൻ്റെ സംഭാവനകളിൽ ഈ ഒരു ക്ലാസ് ഇത് മാത്രമല്ല, ഇതിപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഈ പ്രസംഗം ധാരാളം ആളുകൾ കേൾക്കും. നമ്മൾ കേട്ടതിലേറെ ആൾക്കാർ കേൾക്കും. സാധാരണ ജുമായൊക്കെ ഞാൻ ചിലപ്പോൾ നോക്കലുണ്ട്. ജുമായൊക്കെ നോക്കുമ്പോൾ നമ്മൾ ജുമാക്ക് വരുന്ന ഒരു 10-800 ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരാഴ്ച കൊണ്ട് ജുമായുടെ ഖുത്തുബ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5000-ൻ്റെയും 10,000-ൻ്റെയും ആളുകൾ എന്ത് ചെയ്യും? ആ ഖുത്തുബ കേൾക്കും. അതേപോലെ തരം പ്രഭാഷണങ്ങളും കേൾക്കും. അതുകൊണ്ട് നമ്മൾ ഇതിനു വേണ്ടി സഹായിക്കുമ്പോൾ അത് ആ പ്രഭാഷണങ്ങൾ ഏത് കാലത്തും നിലനിൽക്കുന്നതും ആളുകൾക്ക് പ്രചോദനം നൽകുന്നതാണെന്ന് ആലോചിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഈ ആഴ്ച കഴിയുന്ന കൊടുക്കില്ലെങ്കിൽ അടുത്ത ആഴ്ച നിങ്ങൾ അതിനൊക്കെ ഒന്ന് വിചാരിച്ച് ലക്ഷ്യം വെച്ച് വരണം. ഈ ആർക്കെങ്കിലും ഒരു ദിവസത്തെ സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിലും നമുക്ക് സൗകര്യമാകും. നമ്മൾ സൗകര്യം പോലെ ചെയ്യാം. അതേപോലത്തെ ഞാൻ നേരത്തെ പറഞ്ഞു 350 രൂപയാണ് സഅദിൻ്റെ തഫ്സീർ പുറത്തുണ്ട്. പറ്റുന്ന ആളുകൾ ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച വരുമ്പോൾ വാങ്ങിയാലും മതി. പറ്റുന്ന ആളുകൾ വാങ്ങുക. ഒരു ഖുർആൻ്റെ പരിഭാഷയിലേക്ക് നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ അനന്തരാവകാശികളിലൂടെ നമുക്ക് പ്രതിഫലം കിട്ടണം. മുസ്ഹഫൻ വർറത്തഹൂന്നാണ്. നമ്മൾ അനന്തരാവകാശമാക്കുന്ന ഒരു ഖുർആൻ, ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ദീനിൻ്റെ വായനകൾ എന്തായാലും പ്രയോജനമുള്ളതാണ്. പിന്നെ ഒരു സഹോദരൻ ICUയിലെ അത്യാസന്ന നിലയിലാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ ആവശ്യപ്പെട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രോഗത്തെ അള്ളാഹു നീ സുഖപ്പെടുത്തി കൊടുക്കണമേ. അവിടെ ബന്ധുക്കൾക്ക് മനസ്സമാധാനവും മനസ്സന്തോഷവും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഈ ഇന്നത്തെ ഈ സാന്നിധ്യവും ഈ കേൾവിയും
എല്ലാം അള്ളാഹു നമുക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വിജ്ഞാനമായി അള്ളാഹു നമ്മളൊന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങൾ വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. അതാ നിൻ്റെ ദീനിൻ്റെ വഴിയിൽ മരണം വരെയും തുടരുവാനുള്ള മാനസികമായ കരുത്തും വിശ്വാസവും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങൾ ഞങ്ങൾക്ക് നീ കൺകൊള്ളുന്നു പ്രദാനം ചെയ്യണമേ റഹ്മാനെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണമേ നാഥ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ